മാന്യരെ, നിങ്ങൾ കുറെ സമയമായി ഈ സദസ്സിലിരുന്ന് വാഴ് കേൾക്കുന്നവരും ദുആയിൽ പങ്കെടുത്തവരും ആണ്. ഇനി നീണ്ട സമയം പ്രസംഗിക്കുന്നത് ഉചിതമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ ഇന്നലെ സിറാജുൽ ഹുദയിൽ കുട്ടികൾക്ക് ഓതിക്കൊടുത്ത ഒരു ഹദീസ് ഞാനിപ്പോ വരുമ്പോ കീഴ്ശേരി വെച്ച് പ്രസംഗിച്ചിട്ടാണ് വരുന്നത്. കീഴ്ശേരിയിൽ നല്ല മഴയാണ്, ഘോരമായ മഴ. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇവിടെ നല്ല മഴ ഉണ്ടാവുകൊണ്ട് അത് പറയാൻ നോക്കുമെന്നാണ് വിചാരിച്ചത്. ഇവിടെ നോക്കുമ്പോൾ മഴയൊന്നുമില്ല. ഇവിടെ നല്ല ശാന്തമായ അന്തരീക്ഷം. അപ്പൊ അവിടെ വെച്ച് ഞാൻ ഇന്ന് സഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഓതിക്കൊടുത്തൊരു ഹദീസാണ് അവിടെ പറഞ്ഞത്. ഇവിടെ ഇന്നലെ ഓതിക്കൊടുത്തൊരു ഹദീസാണ് പറയുന്നത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾക്ക് തലക്ക് ഒരു പരിക്ക് പറ്റി. തലക്ക് പരിക്ക് പറ്റിയപ്പോ അയാൾ അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഞാനിപ്പോ എന്താ ചെയ്യാം? എനിക്ക് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിട്ട് വേണം നിസ്കരിക്കാൻ. അപ്പൊ തലക്ക് പരിക്ക് പറ്റിയാലും ഒരാൾക്ക് ജനാപത്ത് ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തല കഴുകാതെ നിസ്കരിക്കാൻ തേമം ചെയ്യാതെ മതിയോ? തല നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്, നനക്കാൻ പറ്റൂല, ഞാൻ തേമം ചെയ്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തേമം ചെയ്യാൻ തന്നെ എല്ലാവർക്കും അറിയാലോ, വെള്ളം കിട്ടാതിരുന്നാൽ, വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഒരു വിട്ടുവീഴ്ചയാണ് വെള്ളം ഉപയോഗിക്കാതെ മണ്ണ് കൊണ്ട് ശുദ്ധീകരിക്കുക എന്നത്. എല്ലാവർക്കും അറിയുന്ന സാധനം മണ്ണ് എന്ന് പറഞ്ഞാൽ ജുഇലത്തിലിയൽ അർദു മസ്ജിദൻ വ തഹൂറ, ഭൂമി എനിക്ക് ഏത് സ്ഥലവും നിസ്കരിക്കാൻ പറ്റുന്നതും അതുപോലെ ഭൂമിയിലെ മണ്ണ് സിഫ്റ്റ് ചെയ്യുന്നതും ആക്കി തന്നു, അഥവാ ശുദ്ധീകരിക്കുന്നത് ആക്കി തന്നു. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതുമാണ് മണ്ണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കെട്ടി നിൽക്കുന്ന വെള്ളവും ഒലിക്കുന്ന വെള്ളവും ഒരുപോലെയല്ല. കെട്ടി നിൽക്കുന്ന വെള്ളം എത്ര കൂടുതലുണ്ടെങ്കിലും ആ വെള്ളത്തിന്റെ കളറൊക്കെ മാറി ഉപയോഗിക്കാൻ തന്നെ നമുക്ക് മടി തോന്നും കുറെ ദിവസം കഴിഞ്ഞാൽ. ഒലിക്കുന്ന വെള്ളം ചെറിയ വെള്ളമാണെങ്കിലും നല്ല ക്ലിയർ ഉണ്ടാവും. അതെന്താ കാരണം? പണ്ഡിതന്മാര് പറഞ്ഞു, യാത്ര പോകുന്നവരും യാത്ര പോകാത്തവരും ഒരുപോലല്ല. ഒരു യാത്രയും ചെയ്യാത്തവൻ കെട്ടിക്കുന്ന വെള്ളം പോലെയാണ്, യാത്ര പോകുന്നവൻ ഒലിക്കുന്ന വെള്ളം പോലെയാണ്. ഒലിക്കുന്ന വെള്ളം ഇങ്ങനെ പല സ്ഥലത്തും തട്ടി തട്ടി പോകുമ്പോ ആ മണ്ണ് കൊണ്ട്, അതുപോലെ ചരക്കല്ല് കൊണ്ട്, അതുപോലുള്ള സാധനങ്ങൾ കൊണ്ട് വെള്ളം ശുദ്ധിയായി പോകും, ഫിൽട്ടർ ചെയ്തു പോകും. അപ്പൊ മണ്ണ് എന്ന് പറയുന്ന സാധനം വളരെയേറെ ഫിൽട്ടർ ചെയ്യുന്ന, ശുദ്ധീകരിക്കുന്ന ഒരു സാധനമാണ് മണ്ണ്. അതുകൊണ്ടാണ് നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. ഒന്ന് അങ്ങനെയായിരിക്കണം. എവിടെയുള്ള വേദത്തിനെ നായ തൊട്ടാൽ കഴുകുമ്പോ ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. വേദ കേൾക്കണം, വെറുതെ അങ്ങനെ ഇരുന്നാൽ മതി. മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം.
അള്ളാഹു എല്ലാ കുട്ടിക്കും ബർക്കത്തിയാണ്. കുട്ടികളൊക്കെ ഉഷാറാണോ? അപ്പോ മണ്ണ് എന്ന് പറയുന്ന സാധനം ശുദ്ധീകരിക്കുന്ന ഒരു സാധനം. നമ്മളെ ആരാണ് ഗർഭത്തിൽ കുളിപ്പിക്കല്? ഉമ്മ അല്ലേ? എല്ലാം വൃത്തിയാക്കിയിട്ട് തുമ്മല്ലേ? മണ്ണ് നമ്മളെ ഉമ്മയാണല്ലോ. കാരണം മണ്ണെന്നല്ലേ മനുഷ്യനെ പഠിച്ചു അള്ളാഹു തആല. ഉമ്മാന്റെ വയറ്റുന്നല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ ഉമ്മ എപ്പോഴും കുട്ടികളെ ശുദ്ധീകരിക്കുന്ന ആളായതുപോലെ മണ്ണ് നമ്മളെ ശുദ്ധീകരിക്കുന്ന വസ്തുവാണ് മണ്ണ്. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി അവസാനം നമ്മൾ ഉമ്മാന്റെ അടുത്തല്ലേ ഓടിപ്പോവാ. മരിച്ചാൽ അവസാനം അടുത്തേക്കാ പോവാ? മണ്ണിന്റെ ഉള്ളിലേക്കാ പോവുക. ഉമ്മാന്റെ അടുത്ത് ചെന്നാൽ എന്റെ മകന്റെ ദുർഗന്ധം ആരും അറിയാൻ പാടില്ല എന്നുള്ള നിലക്ക് ഉമ്മ നമ്മളെ എല്ലാ ദുർഗന്ധങ്ങളും നാറ്റങ്ങളും ഒഴിവാക്കി നമ്മളെ നാറാൻ പാടില്ല എന്ന നിലക്ക് ഉമ്മ സംരക്ഷിക്കും. അതുപോലെ ഈ ശരീരം منها خلقناكم ومنها فيها نعيدكم ومنها نخرجكم تارة أخرى فيها نعيدكم ومنها نخرجكم تارة أخرى. മണ്ണിൽ നിന്ന് പഠിച്ചു, മണ്ണിലേക്ക് മടക്കും, മണ്ണിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. നമ്മുടെ ശരീരം കെട്ട് നാറുന്ന സമയത്ത് സംരക്ഷണം നൽകുന്ന, വൃത്തികേട് നാറ്റം പുറത്ത് അറിയാതെ സൂക്ഷിക്കുന്ന ഉമ്മയുടെ സ്ഥാനത്താണ് ഭൂമി. ആ ഭൂമിയിലുള്ള മണ്ണ് കൊണ്ട്, ഭൂമി എന്ന് പറഞ്ഞാൽ ഉമ്മാനെ പോലെ തന്നെ ഉമ്മയാണല്ലോ നമുക്ക് അല്ലെ? ഉമ്മാന്റെ മുല കുടിച്ചിട്ടില്ലേ വളർന്നത് അല്ലേ? ഇപ്പോഴും കണ്ടുന്ന വെള്ളം എടുത്തിട്ടില്ലേ കുടിക്കുന്നോ? ഭൂമിയിൽ തന്നെയല്ലേ വെള്ളം കിട്ടുന്നത് ഇപ്പോഴും? അപ്പൊ ഉമ്മാന്റെ സ്ഥാനത്താണ് ഭൂമി. കാരണം വെള്ളം തരുന്നത് ഭൂമി മുഖേനയാണ്. ഇനിയോ ഭക്ഷണം തരുന്നതോ? നെല്ല് എവിടെയാ ഉണ്ടായത്? തേങ്ങ എവിടെയാ ഉണ്ടായത്? എല്ലാ സസ്യങ്ങളും എവിടെയാ ഉണ്ടായത്? ഭൂമിയിലല്ലേ. അപ്പൊ ഭൂമി ഉമ്മാന്റെ സ്ഥാനത്താണ്. ഭക്ഷണം തരുന്നത്, വെള്ളം തരുന്നത് ഉമ്മാന്റെ സ്ഥാനത്താണ് ഭൂമി. ആ ഭൂമിയിലുള്ള മണ്ണ് ഉമ്മ ശുദ്ധീകരിക്കുന്ന ആളായതുപോലെ മണ്ണും ശുദ്ധീകരിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കിട്ടാതെ വന്നാൽ, അതുപോലെ ഒരാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ അദ്ദേഹത്തിന് തേമ്മം ചെയ്തുകൊണ്ട് നിസ്കരിക്കാം. നനക്കാൻ പറ്റാത്ത സ്ഥലം നനക്കേണ്ടതില്ല. അതുപോലെ ഒരാൾക്ക് കുളിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞാൽ കുളിക്കൽ വുജൂബായാൽ കുളിക്കേണ്ടതില്ല. മറിച്ച് തേമ്മം ചെയ്തുകൊണ്ട് നിസ്കരിക്കാം. മണ്ണുകൊണ്ട് തേമ്മം ചെയ്യും. തേമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പൊടിമണ്ണിൽ 2 കയ്യുകൾ അടിച്ചിട്ട് ആ പൊടിമണ്ണ് മുഖം കൊഴുക്കുകയും തടക, അതുപോലെ കൈ ഇങ്ങനെ ഉള്ളായിട്ട് സമയത്ത് എത്രയാണോ കഴുകുന്നത് അത്രയും സ്ഥലം കയ്യും തടുക. അതാണ് തേമ്മം. അപ്പൊ അടിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിയത്ത് വേണം. അതുപോലെ എന്തെങ്കിലും നിയത്ത് ചെയ്താൽ പോരാ. ഫർദ് ഹലാലാക്കുന്നു എന്നെ കരുതണം. വേറെ നിയത്ത് അശുദ്ധി വരുത്തുന്നു കരുതാൻ പറ്റില്ല. ഫർദ് നിസ്കാരത്തിന്റെ സമയമായതിനു ശേഷമേ തേമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കുറെ നിയമങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ സിറ്റി വിദ്യാഭ്യാസം കൊണ്ട് മദ്രസ പഠിപ്പിക്കുന്നു. മദ്രസക്ക് വേണ്ടിയല്ലേ പിരിവെടുത്ത് അല്ലേ? അത് മദ്രസയിൽ പഠിപ്പിക്കുന്നതന്നെ വിശദമായ നിയമങ്ങൾ സിറ്റി വിദ്യാഭ്യാസം കൊണ്ട് മദ്രസയിൽ വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. തേമ്മം ചെയ്യുന്നതിന്റെ മസലകൾ നമുക്ക് ആവശ്യമായി വരും, പലപ്പോഴും ആവശ്യമായി വരും. അല്ലാഹു തആല പറഞ്ഞതാണ്. അപ്പോ രോഗമുള്ള സമയത്ത് തേമ്മം ചെയ്യാൻ വകുപ്പുണ്ട്. അങ്ങനെ തേമ്മം ചെയ്യാൻ പറ്റുമോ? എന്റെ തല മുറിഞ്ഞിരിക്കുന്നു, നനക്കാൻ പറ്റൂല. അല്ല, ഞാൻ നനക്കണോ എന്നാണ് ഒരാള് അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചത്. അപ്പൊ ഈ പുരാന്മാര് മര്യാദക്ക് പഠിച്ചില്ലേ വലിയ ഇറങ്ങാറാ. നമ്മൾ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞു കേട്ട പണ്ഡിതന്മാര് അവർക്ക് ശരിക്കും അറിഞ്ഞുകൂടെങ്കിൽ വലിയ കുഴപ്പാ. ഡോക്ടർമാർക്ക് അറിഞ്ഞുകൂടാത്ത മാതിരിയൊന്നുമല്ല. ഡോക്ടർമാർക്ക് അറിഞ്ഞുകൂടെങ്കിൽ
വരുന്ന കുഴപ്പം നമുക്കറിയാം. കൂടി വന്നാൽ എന്താകുക? മരിച്ചു, വേറൊന്നും വരില്ല. നേരെ മറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന പണ്ഡിതന് വിവരമില്ലാതെ നമ്മളെ പേപ്പിച്ചാലോ നമ്മളെ ഈമാനാ പോയി പോവാ. നമ്മളെ എല്ലാ കാലത്തും നമ്മളെ നാശം സംഭവിച്ചു, മറ്റേ മരിക്കുകളെ ഉണ്ടാവും. ഈ മൊയ്താന്മാരോട് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞ് അത് അങ്ങനത്തെ യാതൊരു വിട്ടുവീഴ്ചയില്ല, നീ നനച്ചേ പറ്റൂന്ന്. അങ്ങനെ ഇയാളെന്ത് ചെയ്യുന്നറിയോ? ഇയാൾ ഇന്നലെ ഒരു കൊടുത്തൊരു ഹദീസാണ്. ഇയാള് നനച്ച് കുളിച്ച് ശരിക്കും അയാൾ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളെ കാലത്തുണ്ടായ സംഭവമാണ്. അയാൾ മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ നാട്ടിലൂടെ നടന്നു പോകുമ്പോ നാട്ടുകാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സംഭവം പറഞ്ഞു. തയമ്മുമിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ മിസ്കാത്തിൽ ഈ ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് അയാൾ നനച്ചു. നനക്കാൻ പാടില്ലാത്ത സ്ഥലം നനച്ചിട്ട് അയാൾ മരണപ്പെട്ടു പോയി. ആ വിവരം പറഞ്ഞപ്പോൾ നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ടായി. വളരെ ഗൗരവത്തോടെ അവിടുന്ന് പറഞ്ഞു, ഖതലൂഹു, ആ പാവം മനുഷ്യനെ അവരെല്ലാം കൂടി കൊന്നു കളഞ്ഞു. വിവരമില്ലാതെ നിയമം പറഞ്ഞിട്ട് അവരെല്ലാം കൂടി ആ മനുഷ്യനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് പറയാണ്, ഗൗരവമുള്ള വാക്കാണത്. അവരെ അള്ള കഥ കഴിക്കട്ടെ എന്ന വാക്കിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരമില്ലാതെ മതത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ മരിക്കാൻ കാരണമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിവരം ഇല്ലാതെ ഫത്വ കൊടുത്ത ആളുകളെ സംബന്ധിച്ച് അവരുടെ ദോഷത്തിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഖതലഹുമുല്ലാഹ്, അല്ലാഹ് അവരെ കഥ കഴിക്കട്ടെ, അവരെല്ലാം കൂടിയ പാവം മനുഷ്യരെ കൊന്നു കളഞ്ഞു. അത് ഗൗരവം അറിയിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ശിഫാഉൽ സുആൽ, അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുകയല്ലേ വേണ്ടത്. അറിവില്ലായ്മ എന്ന രോഗത്തിനുള്ള ശമനം പഠിക്കലാണ്, മനസ്സിലാക്കലാണ്. അറിവില്ലാത്തത് പഠിക്കലാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളിവിടെ ഒരു മദ്രസയുടെ പിരിവെടുക്കുന്നതാണ് ഞാൻ കയറി വരുമ്പോ കണ്ടത്. മദ്രസ എന്തിനുള്ളതാണ്? അറിവില്ലായ്മ എന്ന രോഗത്തിന്റെ ശമനത്തിന് മരുന്ന് കൊടുക്കുന്ന സ്ഥലമാണ് മദ്രസ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാണ് അറിവ്. കാരണം മനുഷ്യന്റെ ശരീരത്തിന് രണ്ട് ഘടകമുണ്ട്. ഒന്ന് ശരീരമാണ്, ഒന്ന് ആത്മാവാണ്. ഒന്ന് ശരീരം, ഒന്ന് ആത്മാവ്. ഒരാള് മരിച്ചു പോയി എന്ന് പറഞ്ഞു, വേറൊരാൾ അയാൾ മരിച്ച് കിടക്കുകയാണ്. ഏതാ ശരി? കിടക്കുന്നേ പോയിട്ടില്ല, പോയിട്ടുണ്ടെങ്കിൽ കിടക്കുന്നില്ല എന്ന് ഉറപ്പല്ലേ? മരിച്ചു പോയി എന്ന് പറഞ്ഞത് ശരിയല്ലേ? മരിച്ച് കിടക്കും എന്ന് പറഞ്ഞത് ഏതാ ശരി? കുട്ടികൾ കുടുങ്ങി, മുന്നിലിരുന്ന് കുടുങ്ങി അല്ലേ? ഓർക്കൂക്കാതിരിക്കാണ് അങ്ങനെ. സുബ്ഹാനല്ലാഹ്, രണ്ടും ശരിയാണ്. കാരണം പഴയ മനുഷ്യന്മാര് പറഞ്ഞതിലൊന്നും തെറ്റുണ്ടാവൂല. പണ്ടേ മനുഷ്യന്മാര് പറഞ്ഞു എന്നാണ് മരിച്ചു പോയി എന്നും മരിച്ചു കിടന്നു എന്നും. പക്ഷേ മരിച്ചു കിടന്നു എന്ന് പറഞ്ഞത് ബോഡിയാണ്, ശരീരമാണ്. മരിച്ചു പോയി എന്ന് പറഞ്ഞത് ആത്മാവാണ്, റൂഹാണ്. റൂഹ് മരിച്ചപ്പോൾ പോയി, അതേ സമയത്ത് ശരീരം അവിടെ കിടന്നു. മനുഷ്യന് രണ്ട് ഘടകമുണ്ട്, ശരീരം ആത്മാവ് എന്ന രണ്ട് ഘടകമുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ശരീരത്തിനാണോ ബഹുമാനം, ആത്മാവിനാണോ ബഹുമാനം? ഡ്രൈവർക്കോ ബഹുമാനം, വണ്ടിക്കോ ബഹുമാനം? വണ്ടിക്കുന്നു പടച്ചറപ്പേ, വണ്ടിക്കല്ല ബഹുമാനം, ഡ്രൈവർക്കാണ്.
ചിലപ്പോ കുട്ടികൾ വിചാരിക്കും വണ്ടിക്ക് പൈസ കൊടുക്കണ്ടേ, ഡ്രൈവറെ വെറുതെ കിട്ടൂലേ? സുബ്ഹാനല്ലാഹ്, ഒരു ഡ്രൈവറെ പൈസ കൊടുത്ത് വാങ്ങാനാവൂല. ഒരു മനുഷ്യനാണെങ്കിൽ പൈസ കൊടുത്താൽ കിട്ടുവോ? ഇല്ലില്ല. ഒരു കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയൂല. ഡ്രൈവർക്കാണ് വണ്ടിയേക്കാൾ ബഹുമാനം. അതുകൊണ്ടാണല്ലോ ഒരു വണ്ടിക്ക് ആക്സിഡന്റ് ആയിട്ട് കേട് വന്നാൽ ഡ്രൈവറെ ആദ്യം ആശുപത്രിയിൽ എത്തിക്കുന്നു, വണ്ടി കുറെ ദിവസം കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നത്. കാരണം ഡ്രൈവറെയാണ് ആദ്യം രക്ഷപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ വണ്ടി ഇല്ലെങ്കിലും ഡ്രൈവർക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതേസമയത്ത് വണ്ടിക്ക് ഡ്രൈവർ ഇല്ലാതെ പോകാൻ കഴിയൂല. വണ്ടി നിർത്തിയിട്ട് അങ്ങനെ ഉണ്ടാവൂലേ? അതേസമയത്ത് ഡ്രൈവർക്ക് പോകണമെങ്കിൽ വണ്ടി വേണം. വണ്ടി ഇറങ്ങിയിട്ട് പോയിക്കൂടെ? അതുകൊണ്ടാണ് റൂഹ് മരിച്ചു പോയി. ആത്മാവ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ്. ശരീരം എന്ന് പറയുന്ന ഒരു ബോഡിയാണ്. ആ ബോഡി ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ബോഡി പണിയെടുത്തതാണ്. 4 മാസം ബോഡി പണിയെടുത്ത് തീർന്നപ്പോഴാണ് ഡ്രൈവറെ കൊണ്ടുവന്ന് കയറ്റിയത്. അതാണ് 4ാമത്തെ മാസത്തിൽ റൂഹൂദി എന്ന് പറയുന്നത്. ഡ്രൈവറെ കൊണ്ടുവന്ന് വണ്ടി കയറ്റിയതാണ്. ആ ഡ്രൈവറാണ് പിന്നീട് ഈ വണ്ടി നിയന്ത്രിക്കുന്നത്. ആ വണ്ടിയിൽ നിന്ന് മലക്കുകൾ തന്നെ ഒരു ദിവസം ഡ്രൈവറെ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകും. അതിനാണ് മരണമെന്ന് പറയുന്നത്. ആ ഡ്രൈവറാകുന്ന ആത്മാവിന് ശരീരത്തെക്കാൾ ശക്തിയുണ്ട്, ശരീരത്തെക്കാൾ ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, 4000-ലധികം കൊല്ലം മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഹജ്ജ് ചെയ്യാൻ വേണ്ടി വിളിച്ചു എന്ന് ഖുർആൻ പറയുന്നു. അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ നമീഖ്. ആ വിളി കേട്ടിട്ടാണ് ആചാര്യ പോയത്, ഹജ്ജിന് പോയത്. അങ്ങനെ 4000 കൊല്ലം മുമ്പ് എങ്ങനെ ആചാര്യ ഇല്ലല്ലോ? അയാൾക്ക് 40 വയസ്സേ ഉള്ളൂ. 40 വയസ്സുള്ള ആചാര്യ 4000 കൊല്ലം മുമ്പ് എങ്ങനെ കേട്ടു? അയാളെ ബോഡിക്കാണ് 40 വയസ്സ് എന്ന് പറഞ്ഞത്. അയാളെ ആത്മാവിന് 4000-ലധികം വയസ്സുണ്ട്. റൂഹിന്റെ വയസ്സ് 40 അല്ല, 4000 അതിൽ കൂടുതലുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് എല്ലാ റൂഹിനെയും പുറത്തു കൊണ്ടുവന്ന് അല്ലാഹു ഒരു ചോദ്യം ചോദിച്ചത് ഖുർആനിലുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? അപ്പോൾ ആ റൂഹുകളൊക്കെ കേട്ടിട്ടുണ്ട്. റൂഹിന് കേൾക്കാൻ കാത് വേണ്ട, റൂഹിന് കാണാൻ കണ്ണ് വേണ്ട, റൂഹിന് സംസാരിക്കാൻ നാവ് വേണ്ട. ആ റൂഹുകൾ സംസാരിച്ചത് ഖുർആനിലുണ്ട്. ഖാലൂ ബലാ ശഹീദിനാ, അതേ നമ്മൾ സാക്ഷിയാണ്, അല്ലാഹ് നീ തന്നെയാണ് റബ്ബ് എന്ന ആത്മാക്കൾ സംസാരിച്ചത് ഖുർആനിലുണ്ട്. ആകയാൽ ആത്മാവിന് ശരീരത്തെക്കാൾ ശക്തിയുണ്ട്, ശരീരത്തെക്കാൾ വിവരമുണ്ട്. ശരീരത്തിന് കേൾക്കാൻ കാത് വേണം, ശരീരത്തിന് കാണാൻ കണ്ണ് വേണം, ശരീരത്തിന് ഉത്തരം പറയാൻ നാവ് വേണം. അതേ സമയത്ത് ആത്മാവിന് ഇതൊന്നും ആവശ്യമില്ല. വൈദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും, അതേ സന്താനങ്ങളെ ആദം നബിയുടെ മുതുകിൽ നിന്ന് അല്ലാഹ് പുറത്തു കൊണ്ടുവന്നിട്ട് ചോദിച്ച ചോദ്യം ഖുർആനിലുണ്ട്, മറുപടി പറഞ്ഞതും ഖുർആനിലുണ്ട്. അപ്പോൾ ആത്മാവിന് സംസാരിക്കാൻ ശരീരം വേണ്ട, ആത്മാവിന് കേൾക്കാൻ കാത് വേണ്ട. അതുകൊണ്ടാണ് 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോൾ ആത്മാവ് കേട്ടിട്ടുള്ളത്. ആത്മാവിന് ദൂരം ഒരു പ്രശ്നമല്ല. നോടൂ, ആ മുറിപ്പോയി ആചാരം വിളിച്ചോട്ടെ. സഹോദരന്മാരെ, ആത്മാവിന് ദൂരം ഒരു പ്രശ്നമല്ല. വല്ലാ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. കറാമത്ത് പറഞ്ഞു, എനിക്ക് എവിടുന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിയുന്നു. സുബ്ഹാനല്ലാഹ്, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹി സലാം.
എന്താ ഈ സ്ഥലത്തിന്റെ പേര്? പത്തിരിയാൽ. $10 $10 എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അല്ലെ പത്തിരിയാലെന്നോ? എങ്ങനെയാ മനസ്സിലായില്ല. $10 അല്ലെ പത്തിരിയാൽ എന്നോ? പത്തിരിയാൽ. പത്തിരിയാൽ എന്ന് പറയുമ്പോ ഭക്ഷണം ആണ് പത്തിരി. മറ്റത് $10 ആവുമ്പോ പൈസയാണ്. ഏതായിരുന്നാലും ശരി, പത്തിരിയാൽ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരാള് ഒരു ചെറ്റപ്പുരന്റെ ഉള്ളത് രാവിലെ ഹജ്ജ് നിസ്കരിക്കാണ്ട് ഒരു പാവപ്പെട്ട ഉമ്മാമ അപ്പൊ വിളിക്കാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അത്തഹിയ്യാത്തിൽ അത് അള്ളാഹ് പറഞ്ഞാണ് ഖുർആനിൽ, സല്ലു അലൈഹി വസല്ലമു തസ്ലീമ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് സലാത്ത് ചെല്ലണം, സലാം ചെല്ലണം. അപ്പൊ സലാത്ത് ചെല്ലലും വുജൂബാണ്, സലാം ചെല്ലലും വുജൂബാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത് ചെല്ലലും സലാം ചെല്ലലും വുജൂബാണ്. എപ്പോ? നിസ്കാരത്തിൽ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പറയാൻ നിസ്കാരമുണ്ടോ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയാൻ നിസ്കാരമുണ്ടോ? സലാം പറയലും വുജൂബാണ്, സലാം പറയും സലാത്ത് ചെല്ലലും വുജൂബാണ്. അങ്ങനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന നിസ്കാരത്തിൽ പാപപ്പെട്ട ഒരു ഉമ്മാമ പത്തിരിയാലി വെച്ച് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, മദീനത്ത് കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് കേൾക്കുമെന്നും അടക്കുമെന്നും അവിടുന്ന് പറയാണ്, ആരെനിക്ക് സലാം പറഞ്ഞോ ഞാനത് മടക്കുന്നതാണ്. മടക്കാനുള്ള സംവിധാനം എനിക്കെന്റെ റബ്ബ് ചെയ്തു തരുന്നതാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേൾക്കുന്നു. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കറാമത്ത് കൊണ്ട് വിളിക്കുന്നത് കേൾക്കുന്നു. ബഹുമാനപ്പെട്ട മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി കഅബ ശരീഫ് നിർമ്മിച്ചിട്ട് വിളിക്കുന്നു. നമ്മളെ പത്രിയാനുള്ള ആചാര്യ കേൾക്കുന്നു. കാരണം ആത്മാവിന് ദൂരം പ്രശ്നമില്ല. അല്ലാഹ് ഉദ്ദേശിച്ചാൽ കേൾപ്പിക്കുന്നവൻ അവനാണ്. അവൻ കേൾപ്പിച്ചവര് കേൾക്കുന്നു. അപ്പൊ ആത്മാവ് എന്നൊരു ഘടകം മനുഷ്യനുണ്ട്, ശരീരം എന്ന വേറൊരു ഘടകവുമുണ്ട്. ശരീരം സാധാരണ നിലക്ക് മണ്ണിന്റെ ഉള്ളിൽ നിന്ന് നശിച്ചു പോകും. സാധാരണ മനുഷ്യന്മാരെ സാധാരണ ശരീരം ബോഡി മണ്ണിന്റെ ഉള്ളിൽ നിന്ന് നശിച്ചു പോകും. ആത്മാവ് ഒരു കാലത്തും നശിക്കൂല. ശരീരത്തിൽ നിന്ന് ഇറങ്ങിയാലും ആത്മാവ് ജീവനാണല്ലോ, അത് ജീവനായി തന്നെ നിൽക്കുന്നു, അത് നശിക്കുന്നില്ല. എന്നാൽ ചില ശരീരങ്ങളും ഭൂമിന്റെ ഉള്ളിൽ നിന്ന് നശിക്കൂല. അതാരെ ശരീരമാണ്? അമ്പിയാക്കളെ ശരീരം നശിക്കൂല, ശുഹദാക്കളെ ശരീരം നശിക്കൂല. ഇതുകൊണ്ടായിരുന്നു സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ അബൂ ജാബിർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ്. തലേ ദിവസം വിളിച്ച് മകനോട് പറഞ്ഞു, മോനെ ജാബിറേ, മോനെ ജാബിറേ, നാളെ യുദ്ധം നടന്നാൽ ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കും. കറാമത്ത് പറയാണ്, ഔലിയാക്കൾക്ക് അല്ലാഹ് കൊടുക്കുന്ന ഒരു പവറാണ് കറാമത്ത്. കറാമത്ത് പറയാണ്, ആദ്യമായി ഇന്നി ലാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഫീ അവ്വലി മൻ ഖുതില. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഒരു മുസ്ലിമിനും നിഷേധിക്കാൻ കഴിയൂല, ബുഖാരിയിലെ ഹദീസാണ്. നാളെ ആദ്യമായി മരിച്ചു വീഴുന്നത് ഞാനായിരിക്കും മോനെ. ആദ്യമായി മരിച്ചത് പറഞ്ഞതുപോലെ തന്നെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയാണ്. ആ ബാപ്പ മരിച്ചപ്പോ ഒരു ഖബറിൽ മറവ് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഒന്നിലധികം മയ്യിത്ത് ആ ഖബറിൽ മറവ് ചെയ്തിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞിട്ട് ബാപ്പാന്റെ ഖബറൊന്ന് മാറ്റി മറവ് ചെയ്യണമെന്ന് മകന് തോന്നിയപ്പോൾ ഖബറ് പോയി തുറന്നു. സുബ്ഹാനല്ലാഹ്. ഒരു സിംഗിൾ റൂമിൽ 2 ആള് കിടക്കുമ്പോ ബുദ്ധിമുട്ടല്ലേ? ഒരു സിംഗിൾ കട്ടിൽ മേൽ 2 ആള് കിടന്നാൽ ഇടങ്ങാറല്ലേ?
ഇതുപോലെ ഒരു ഖബറിൽ രണ്ടാള് കിടന്നാ ബാപ്പാക്ക് ബുദ്ധിമുട്ടാവൂലേ എന്ന് ചിന്തിച്ചിട്ട് ബാപ്പക്ക് പുതിയ ഒരു ഖബറ് കുഴിച്ചു. ആര്? സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ പുതിയ ഖബറിലേക്ക് ബാപ്പയുടെ മയ്യിത്ത് മറമാടാൻ വേണ്ടി ആദ്യത്തെ ഖബറ് പോയി തുറന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. തുറന്നു നോക്കുമ്പോൾ ശരീരത്തിനൊരു കേടും സംഭവിച്ചിട്ടില്ല. കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല, ഷഹീദായി മരിച്ച ശുഹദാക്കൾപ്പെട്ട മഹാനാള്. ഇത് തന്നെയാണ് സഹീഹുൽ ബുഖാരിയിൽ വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പടുകൂറ്റൻ ജാറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയും നിൽക്കുന്ന മദീന. ആ മദീനയിൽ ജാറത്തിന്റെയും പള്ളിയുടെയും ചുമരൊന്നാണല്ലോ. ആ ജാറത്തിന്റെ പള്ളിയുടെ വികസനം നടത്താൻ വേണ്ടി അവിടെ അതാ തറയ്ക്ക് വേണ്ടി കീറുന്ന സമയത്ത് ഒരൽപ്പം താഴെ നിന്ന് മണ്ണിടിഞ്ഞു പോയി. അങ്ങനെ മണ്ണിടിഞ്ഞപ്പോൾ ഒരു കാല് പുറത്തായി. അവിടെ ആരുടെ ജാറമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജാറമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജാറമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജാറമാണ്. ഈ ജാറത്തിന്റെ ഉള്ളിൽ നിന്ന് കാല് പുറത്തായപ്പോ അതാരെ കാലാണ്? അല്ലാഹ് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാർ ഇത് അള്ളാന്റെ റസൂലിന്റെ കാലാണോ എന്ന് മനസ്സിലാക്കി പേടിച്ച് ബേജാറാകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. മഹാനായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മകളുടെ മകനാണ്. മദീനത്തെ ഏറ്റവും വലിയ ആലിമാണ്. മഹാനവറുകൾ ഓടി വരുന്നു. അതേ ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് കാല് നോക്കുന്നു. എന്നിട്ട് പറയുന്നു, വല്ലാഹി മാഹിയ ഖദമുൻ നബി, വല്ലാഹി ഇത് റസൂലുള്ളാഹിന്റെ കാലല്ല. വമാഹിയ ഇല്ലാ ഖദമു ഉമറ, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തായിട്ട് 10-70 കൊല്ലത്തോളമായി. ആ സമയത്തും ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലിന്റെ ഒരു രോമത്തിന്, ഒരു തോലിന്, ഒരു ചെറിയ നഖത്തിന് പോലും കേടുപറ്റിയിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊരു വലിയ മഹാനാണ്, ഷഹീദാണ്. സുബ്ഹിന് ഇമാമായി നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂലുലുഅത്ത് എന്ന് പറയുന്ന ഭീകരവാദിയുടെ കുത്തുകൊണ്ടിട്ടാണ് അവിടെ നിന്ന് മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, ഞങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലിന് കേട് വന്നിട്ടില്ല, ശരീരത്തിന് കേട് വന്നിട്ടില്ല. പിന്നെ ഹബീബായ നബിതങ്ങളെ കാര്യം പറയണോ, അമ്പിയാക്കളെ കാര്യം പറയണോ? അത്തരത്തിലുള്ളവരുടെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിക്കൂല. സാധാരണ മനുഷ്യരുടെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ചു പോകും. എന്നാൽ ആത്മാക്കൾ അങ്ങനെയല്ല. മനുഷ്യന്റെ റൂഹ്, ആത്മാവ്, അത് ശരീരത്തിന്റെ ഉള്ളിലുള്ളപ്പോഴും ശരീരത്തിൽ നിന്ന് പുറത്തു വന്നാലും അത് ജീർണിക്കൂല, നശിക്കൂല. അതിന് ശരീരത്തിൽ നിന്ന് പുറത്തു വന്നാലും കഴിവുകളുണ്ട്, ശരീരത്തിലുള്ളപ്പോഴും കഴിവുകളുണ്ട്. ആത്മാവ് നശിക്കൂല. ഇത്രയും പറഞ്ഞ എന്തിനാ? ആത്മാവിനോ ശരീരത്തിനോ ബഹുമാനം? പറ. ആത്മാവിന് അല്ലേ? ആത്മാവിനാണ് ബഹുമാനം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇത് നേരം എടുത്ത് വൈകുന്നേരം വരെ തൊഴിലെടുത്ത തൊഴിലാളികളില്ലേ ഈ സദസ്സിൽ? എല്ലാ തൊഴിലാളികൾക്കും ബർക്കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യകുല മിൻ അമലി യദൈ. തൊഴിലെടുത്ത് ജീവിക്കുന്നവനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ആരുമില്ല. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നവൻ തൊഴിലെടുത്ത് ഭക്ഷണം കഴിക്കുന്നവനാണ്. അതുപോലെ തന്നെ ഇന്ന് നേരം വെളുത്തതിന് ശേഷം പല ബിസിനസ്സും നടത്തിയവരില്ലേ ഈ സദസ്സില്? അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സദീഖീന വസ്സുഹദാ. വിശ്വസ്തനായി ബിസിനസ് നടത്തുന്നവർ അമ്പിയാക്കളെ കൂടെയാണ്, ശുഹദാക്കളെ കൂടെയാണ്, സജ്ജനങ്ങളെ കൂടെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ബിസിനസ് നല്ല പണിയാണ്, തൊഴിലെടുക്കുന്നത് നല്ല പണിയാണ്.
ഇരിക്കട്ടെ സുഹൃത്തുക്കൾ, അതൊക്കെ നേരം വെളുത്ത് വൈകുന്നേരം വരെ ആ പണിക്ക് വേണ്ടി മെനക്കെടുന്നവരല്ലേ നമ്മള്. അതൊക്കെ എന്തിനാണ്? ശരീരത്തിന്റെ ഭക്ഷണം കിട്ടാനാണ്. ശരീരത്തിന്റെ ഭക്ഷണം കിട്ടാനല്ലേ അധ്വാനം മുഴുവനും. എന്നാ ഞാൻ ചോദിക്കട്ടെ, ശരീരത്തിന്റെ ഭക്ഷണം എന്ന് പറയുന്ന സാധനം എന്താണ്? സുബ്ഹാനല്ലാഹ്. ശരീരത്തിന്റെ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ആരോഗ്യം തകർന്നു പോകും. കൂടുതൽ തിന്നാല് ആരോഗ്യം നശിച്ചു പോവും, അങ്ങനല്ലേ? പിന്നെയോ ശരീരത്തിന്റെ ഭക്ഷണം നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് 3 ദിവസം അവിടെ വെച്ച് പിന്നെ ചെന്നോക്കിയാലോ നാറിയിട്ടെടുക്കാൻ പറ്റൂല. ശരീരത്തിന്റെ ഭക്ഷണം എങ്ങനെ? ഇനി ഒരാൾ തിന്നാലോ, തിന്നാ പിന്നെ കൊത്തിയിറങ്ങാൻ പിന്നെ എന്റെ നാറ്റം പറയണ്ട. പിന്നെ വരുന്നത് പിന്നെ വേറൊരു വഴി കൂടിയാണ്, തടുത്ത നജസായിട്ടാ പുറത്തു വരുന്നത്. ഇങ്ങനെയല്ലേ ശരീരത്തിന്റെ ഭക്ഷണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ശരീരത്തെക്കാൾ ബഹുമാനം ആത്മാവിനുള്ളത് കൊണ്ട് തന്നെ ആത്മാവിന്റെ ഭക്ഷണത്തിനും ബഹുമാനമുണ്ട്. ശരീരത്തിന്റെ ഭക്ഷണത്തെക്കാൾ ബഹുമാനമുണ്ട്. ആത്മാവിന്റെ ഭക്ഷണം എന്താണ്? അറിവ്, ഇൽമ്. ഒരു മദർസ അറിവ്, അതാണ് ആത്മാവിന്റെ ഭക്ഷണം. അത് നിങ്ങൾ എത്ര തിന്നാലും ആരോഗ്യത്തിന് ഒരു കേടും വരില്ല. എത്ര പഠിച്ചാലും പഠിച്ച കൊണ്ടൊരു കുഴപ്പവും വരൂല. മറ്റതങ്ങനല്ല, മറ്റേ കൂടുതൽ തിന്നാൽ ആരോഗ്യത്തിന് കേടും. അപ്പൊ ആത്മാവിന്റെ ഭക്ഷണം എത്ര കൂടിയാലും ദോഷം വരൂല. ആത്മാവിന്റെ ഭക്ഷണം ഒരിക്കലും നാറൂല, അത് നജസായി മാറൂല. സുബ്ഹാനല്ലാഹ്. ആത്മാവിന്റെ ഭക്ഷണം എടുത്താ തീരൂല. ഒരു ചെമ്പ് ബിരിയാണി വെച്ചിട്ട് അതിങ്ങനെ എടുത്ത് സപ്ലൈ ചെയ്താ തീർന്നു പോകൂലേ? ഒരു മുസ്ലിയാർ അയാൾ പഠിച്ച ഇൽമിങ്ങനെ 100 കൊല്ലം പറഞ്ഞാലും അയാളെ ഉരുളിയിൽ തീർന്നു പോവോ? അയാൾ പഠിച്ചത് തീർന്നു പോവോ? ഒരിക്കലും തന്നെ ഇൽമ് പറഞ്ഞാ തീരൂല, കൊടുത്താ തീരൂല. ശരീരത്തിന്റെ ഭക്ഷണം ഒരു സ്ഥലത്ത് വെച്ചാ പൂച്ച കൊണ്ടുപോകും, ചിലപ്പോൾ കോഴി വന്ന് കൊണ്ടുപോകും, കാക്ക വന്ന് കൊത്തിക്കൊണ്ടുപോകും, സുബ്ഹാനല്ലാഹ്, നായ വന്ന് നക്കിക്കൊണ്ടുപോകും, ചിലപ്പം കള്ളം കട്ടുകൊണ്ടുപോകും. ആ സമയത്ത് പഠിച്ച ഇൽമുണ്ടല്ലോ, ഒരു കോഴിയും കൊത്തൂല, ഒരു പൂച്ചയും കടിച്ചു മറിക്കൂല. പഠിച്ച അറിവ് ഒരു കള്ളനും കട്ടുകൊണ്ടുപോകാൻ കഴിയൂല. അറിവിനേക്കാൾ മുന്തിയ മറ്റൊന്നുമില്ല. ഏറ്റവും മുന്തിയ സാധനമാണ് അറിവ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, നബിയുല്ലാഹി അബൂനാ അബുൽ ബസർ ആദം അലൈഹിസ്സലാം എല്ലാവരും എഴുന്നേറ്റുന്നൊരു 3 സ്വലാത്തുകളും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരുന്നോളി. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചിട്ട് മനുഷ്യന് ബഹുമാനമുണ്ടെന്ന് മലക്കുകളെ അടക്കം ബോധ്യപ്പെടുത്തിയത് അറിവ് കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് അറിവ് എന്ന് പറയുന്നത് ഏറ്റവും ബഹുമാനമുള്ള വസ്തുവാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന കേന്ദ്രമാണ് മദ്രസ. അതുകൊണ്ട് തന്നെ മദ്രസ എന്ന് പറയുന്നത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സ്ഥാപനമാണ്. എന്തിനാണ് നമ്മുടെ മദ്രസകൾ? എന്തിനാണ് നമ്മുടെ ദർസുകൾ? ഓ സുഹൃത്തുക്കളെ, അത് നമ്മുടെ ആഖിറം വിജയിപ്പിക്കാനാണ്. ഇവിടെയുള്ള ജീവിതം നിലനിൽക്കുന്ന ജീവിതമല്ല. ഏതൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചാലും ഒരു ദിവസം ഇവിടുന്ന് യാത്ര പോകാതെ നിർവാഹമില്ല. യാത്ര പോയതിന് ശേഷമുള്ള ജീവിതം അത് 100 കൊല്ലമല്ല. ഇവിടെ ഈ പാവപ്പെട്ട എനിക്കൊരു 55 വയസ്സ് കഴിഞ്ഞു. ഇനി ഞാനിവിടെ ജീവിച്ചാൽ എത്ര കൊല്ലം ജീവിക്കും? കൂടിയാലൊരു പക്ഷേ കുറക്കണ്ട. പടച്ചിറപ്പ് നമുക്കെല്ലാം ദീർഘായുസ്സും അഭിയത്വം നൽകട്ടെ. എന്റെ ബാപ്പ ജീവിച്ചതുപോലെ ജീവിച്ചാൽ എനിക്കൊരു പക്ഷേ 15 20 കൊല്ലം ജീവിക്കാനുണ്ടാകാം.
ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും പ്രായമുള്ള മനുഷ്യനെ പോലെ ഞാൻ ജീവിച്ചാൽ അതാ എനിക്ക് ജീവിച്ച അത്രയും കൂടി ജീവിക്കാനുണ്ടാകാം. അതിലപ്പുറം ജീവിതം ഇല്ലല്ലോ. അതേ സമയത്ത് എനിക്ക് ഖബറിൽ കിടക്കാനുള്ളത് എത്ര കൊല്ലമാണ്? പടച്ചവന്റെ കോടതിയിൽ നിൽക്കാനുള്ളത് എത്ര കൊല്ലമാണ്? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. 50 കൊല്ലമല്ല, 500 അല്ല, 5000 അല്ല. ഖുർആൻ പറയുന്നു ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. 50,000 കൊല്ലം പടച്ചവന്റെ കോടതിയിൽ ഒരേ നൃത്തം തന്നെ. ഒരൊറ്റ മിനിറ്റ് ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് സ്വലാത്ത് ചൊല്ലിച്ചപ്പോ വേഗം തന്നെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? 1 മണിക്കൂർ പ്രസംഗിക്കുമ്പോ എനിക്ക് ഇരിക്കണമെന്ന് തോന്നുന്നില്ലേ? അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ചൊന്ന് ചിന്തിക്കൂ ഉമ്മമാരെ. അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ചൊന്ന് ചിന്തിക്കൂ ചെറുപ്പക്കാരെ. അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ചൊന്ന് ചിന്തിക്കൂ കാരണവന്മാരെ. ആരുടെ കോടതിയാണത്? എനിക്കും നിങ്ങൾക്കും എല്ലാം തന്ന രാജാവിന്റെ കോടതിയാണ്. അവൻ പടച്ചതല്ലാതെ എന്റെ ശരീരത്തിലൊരു രോമമില്ല. അവൻ സൃഷ്ടിച്ചതല്ലാതെ എനിക്കൊന്നുമില്ല. അവൻ തന്നതല്ലാതെ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഉമ്മയുടെ വയറ്റിലുള്ളപ്പോൾ ഭക്ഷണം തന്ന രാജാവാണ്. ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഉമ്മയുടെ മുലപ്പാല് തന്ന രാജാവാണ്. ആ മുലപ്പാല് കുടിക്കുന്ന സമയത്ത് ഞാനൊന്ന് ഉമ്മയുടെ മുല കഴിച്ചു പോയാൽ ഉമ്മയുടെ മുല പഴുത്തു പോകും. മുല പഴുത്തു പോയാൽ ഉമ്മ പിന്നെ എനിക്ക് മുല തരാനും ആകെ കഴിയൂല. അതുകൊണ്ട് തന്നെ എന്റെ രാജാവായ അല്ലാഹു തആല എന്നെ പടക്കുന്ന സമയത്ത്, നിങ്ങളെ പടക്കുന്ന സമയത്ത് നമ്മളെ വായിലൊന്നും പല്ല് തന്നിട്ടില്ല. തലയിൽ അവൻ മുടി തന്നിട്ടുണ്ട്, കൈക്കവൻ നഖം തന്നിട്ടുണ്ട്. പക്ഷേ വായിലൊന്ന പല്ല് തന്നിട്ടില്ല. കാരണം ആ പല്ല് കൊണ്ട് കുട്ടിയെങ്ങാനും മുല കടിച്ചാൽ പിന്നെ ആ കുട്ടിക്ക് മുലപ്പാല് കിട്ടൂല. ഈ നിലക്ക് നമുക്ക് ആവശ്യമുള്ളത് ആവശ്യത്തിനനുസരിച്ച് തന്ന രാജാവായ അല്ലാഹ് അന്ന് മുതൽ ഇന്നേ വരെ എന്റെ കൈക്ക് ആരോഗ്യം തന്ന അല്ലാഹ് ഒരു ചെറിയ വേദന കൈക്ക് വന്നപ്പോൾ വല്ലാത്ത വിഷമം, ഒരാൾ പിടിക്കുമ്പോൾ വിഷമം, കൈ ഇങ്ങനെ കുത്തുമ്പോൾ വിഷമം, ഇന്നേ വരെ എന്റെ കൈക്ക് ആരോഗ്യം തന്ന അല്ലാഹ് എനിക്കും നിങ്ങൾക്കും നടക്കാനുള്ള കാല് തന്ന അല്ലാഹ്, പിടിക്കാനുള്ള കൈ തന്ന അല്ലാഹ്, കാണാനുള്ള കണ്ണ് തന്ന അല്ലാഹ്, കേൾക്കാനുള്ള കാത് തന്ന അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് അല്ലാഹനെ പുകഴ്ത്തിയിട്ടൊരു ദിക്റിയല്ലോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ. ആ സൂറത്ത് മാത്രം ഞാൻ 3 ദിവസം പറഞ്ഞ വഅദ് പറഞ്ഞ സീഡിയുണ്ട്. ഇപ്പൊ നീണ്ട വഅദ് പറയാൻ കഴിയില്ല. സൂറത്തുൽ കഹ്ഫ്, അൽ കഹ്ഫ് സൂറത്ത് മാത്രം ഞാൻ 15 ദിവസം പ്രസംഗിച്ച സീഡിയുണ്ട്. 140 എടുത്താൽ കിട്ടും. ഞാനതിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ. അങ്ങനെ സൂറത്ത് യാസീൻ 7 ദിവസം, സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം, ഖുൽ റബ്ബിൽ ഫലഖ്, ഖുൽ റബ്ബിൻ നാസ് 2 ദിവസം, അതിൽ സിഹിർ, ശൈത്താൻ, ജ്യോത്സ്യൻ എല്ലാ വിഷയങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അർ റഹ്മാൻ സൂറത്ത് 7 ദിവസം, അതിൽ ജിന്നിനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പല ചർച്ചയുള്ള കാലമാണ്. ജിന്നുണ്ട്, സിഹിറുണ്ട്, പല ചർച്ചയുണ്ട്. അതൊക്കെ ഓരോ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സുബ്ഹാനല്ലാഹ് വേറെയും പല പ്രസംഗങ്ങളുണ്ട്. എന്തിനു സുന്നിയാകണം, അത് ഒതായിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗമാണ്. അതിന്റെ സീഡിയുണ്ട്. നബിയുടെ സുന്നത്തും സുൽത്താന്റെ തരീഖത്തും അത് വേറുണ്ട്. തലശ്ശേരിയിൽ വെച്ച് ആത്മീയത വസ്തുതയും അതുപോലെ തട്ടിപ്പുകളും അതിനെ സംബന്ധിച്ച് പ്രസംഗിച്ച സീഡിയുണ്ട്. ഞാനില്ലാ വ്യാജ തരീഖത്തിന്റെ ആളുകൾ എന്തെല്ലാം തോന്നിവാസങ്ങളാ പറയുന്നത്, ആരെയെല്ലാമാ പറ്റിക്കുന്നത്, വിശദമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ വിശദമായി പറഞ്ഞ് ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തട്ടെ.
അല്ലാഹു ജല്ല ജലാലുഹു അവൻ തന്ന വെള്ളം കുടിച്ച്, അവൻ തന്ന ഭക്ഷണം കഴിച്ച്, അവൻ തന്ന ഓക്സിജൻ ശ്വസിച്ച്, സുബ്ഹാനല്ലാഹ്, അവന്റെ തെരല് നോക്ക് നിങ്ങള്. ഭക്ഷണത്തിന് കുറച്ച് പൈസ വേണം, കാരണം ഭക്ഷണം കുറച്ച് മതി. വെള്ളത്തിന് അത്ര പൈസ വേണ്ട, കാരണം വെള്ളം ഭക്ഷണത്തെക്കാളും കൂടുതൽ വേണം. വെള്ളത്തിന് അത്ര പൈസ ഇല്ല. എന്നാൽ അല്ല ഫ്രീ ആയിട്ട് തരുന്ന സാധനം അതെന്താണ്? കിണറും കുഴിക്കണ്ട, മോട്ടറും വെക്കണ്ട, ഗ്ലാസും വേണ്ട, പാത്രവും വേണ്ട. എന്താണ്? ഓരോ സെക്കൻഡിലും ആവശ്യമുള്ള ഓക്സിജൻ, വായു. എല്ലാ ജലസേചന വകുപ്പ് മന്ത്രിയുണ്ട്, വെള്ളത്തിന് മന്ത്രിയുണ്ട്, ഭക്ഷ്യവകുപ്പ് മന്ത്രിയുണ്ട്, വായു വകുപ്പ് മന്ത്രിയില്ല. കാരണം മന്ത്രിനെ കാത്തുന്ന പട്ടിണി ശ്വാസം മുട്ടി വെച്ചു. അതുകൊണ്ട് ഒരു മന്ത്രി ആവശ്യമില്ല. എവിടെ പോകുമ്പോഴും വായു, ഓക്സിജൻ. ഈ നിലക്ക് അല്ലാഹുവിന്റെ കൊടുതി. ആവശ്യമുള്ളതൊക്കെ ആവശ്യത്തിന് കൊടുത്ത രാജാവ്. അവന്റെ ഭരണമാണെങ്കിലോ നമ്മളെ ഞെട്ടിക്കുന്ന ഭരണം, ഞെട്ടിക്കുന്ന ഭരണം. സുബ്ഹാനല്ലാഹ്. എന്റെ താടിയിലും തലയിലൊക്കെ രോമം വെളുത്തുപോയി. എന്നോട് ചോദിക്കാതെ, എന്നോടൊരു അക്ഷരം പറഞ്ഞില്ല. എന്റെ പൊരേന്റെ പെയിന്റെങ്ങാനും എന്നോട് ചോദിക്കാതെ മാറ്റി ഞാൻ വെറുതെ വിടുവോ? പക്ഷേ എന്റെ സ്വന്തം താടിയിലും തലയിലും ഭരണമില്ല. എനിക്ക് മാത്രമല്ല, ഇതുവരെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനുമില്ല, ഇനി മന്ത്രിയാകുന്ന മോദിക്കുമില്ല. അവരൊന്നും ധരിച്ചിട്ടുണ്ട്. സ്വന്തം താടിയിലുമില്ല ഭരണം, തലയിലുമില്ല ഭരണം. ആകയാൽ അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ചീഫ് ജസ്റ്റിസാണ് സുപ്രീം കോടതിയിലെ. ഒപ്പര ബാറ്റിന് വേദനയായി സ്റ്റേ ചെയ്യാൻ കഴിയുന്നില്ല. ബാറ്റിന് വേദനയാകുമ്പോൾ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിന് കഴിയുന്നില്ല. അതേസമയത്ത് മുല്ലപ്പെരിയാറിനെ പറ്റി സ്റ്റേ ചെയ്യാൻ കഴിയും ചിലപ്പോ. പക്ഷേ ബാറ്റിൽ വേദന വന്നാൽ സ്റ്റേ ചെയ്യാൻ കഴിയൂല. അമേരിക്കന്റെ പ്രസിഡന്റ് സുബ്ഹാനല്ലാഹ് ഊരവേദന വന്നു നോക്കുമ്പോ വീറ്റോ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അധികാരമില്ല, ഊരേമ്മൽ അധികാരമില്ല. അമേരിക്കന്റെ പ്രസിഡന്റിന് അധികാരമുള്ള രാജാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിന്റെ കോടതി സുബ്ഹാനല്ലാഹ് അത് വല്ലാത്ത കോടതിയാണ്. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നം യൗമൈദിൻ യതദക്കറുൽ ഇൻസാനു അന്നാ ലഹു ദിക്റാ. അല്ലാഹ് പറയുന്നു, ഭൂമി ഇടിപൊടിയാക്കി പോയി, ഭൂമി ഒട്ടാകെ ഇടിച്ചു പൊടിച്ചു പോയി. നിങ്ങളതാ എല്ലാ ടവറുകളും എല്ലാ ബിൽഡിങ്ങുകളും ഇടിച്ചു പൊടിച്ചു പോയി. എല്ലാ മലകളും പർവ്വതങ്ങളും ധൂളുപോലെ പാറിപ്പോയി. എല്ലാ സസ്യങ്ങളും പാറിപ്പോയി. കല്ലുകളൊക്കെ ഇടിച്ചു പൊടിയാക്കിപ്പോയി. കല്ലായിത ദുഃഖത്തിൽ അറുതു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയപ്പോ 4 ഭാഗത്തും മലക്കുകൾ വന്ന് വലയം ചെയ്തു പോയി. സഫ് സഫായി മലക്കുകൾ വന്ന് നിങ്ങളെ വലയം ചെയ്തു പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഓടാൻ കഴിയോ? ചാടാൻ കഴിയോ? മാറിക്കളയാൻ കഴിയോ? കഴിയൂല. ഒരു വ്യക്തിക്കും ഒരു സ്ഥലത്തും പോകാൻ കഴിയൂല. മലക്കുകൾ വന്ന് വലയം ചെയ്തു പോയി. ആ റബ്ബിന്റെ കോടതിയിലേക്കാണ് ഉമ്മമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ. അല്ല പറയുന്നു, കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. റബ്ബിന്റെ തീരുമാനം വരികയാണ്. മലക്കുകൾ അതാ അണിയണിയായി നിൽക്കുകയാണ്. വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നം. ജഹന്നമാകുന്ന നരകത്തെ കൊണ്ടുവരികയാണ്. എങ്ങനെയാ കൊണ്ടുവരുന്നത്? നരകത്തിന് 70,000 വട്ടക്കണ്ണികളുണ്ട്. നരകമെന്ന് പറഞ്ഞാലോ സുഹൃത്തെ, സുബ്ഹാനല്ലാഹ്, ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയാണ്. ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയാണ്. അടുത്ത റബ്ബേ, ആ ജഹന്നമ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഞങ്ങളാരെയും, ഞങ്ങളെ ഉമ്മബാപ്പമാരെയും, ഞങ്ങളെ ഉസ്താദുമാരെയും, ഞങ്ങളെ ശിഷ്യന്മാരെയും, ഞങ്ങളെ സ്നേഹിച്ച ഒരൊറ്റ മൂമിന്റെയും മൂമിനാത്തിനെയും, ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്ത ഒരാളെയും നീ നരകത്തിലിട്ടേക്കരുത് അല്ലാഹ്. സുഹൃത്തുക്കളെ, ജഹന്നമിനെ കൊണ്ടുവരികയാണ്. അവിടെ 70,000 വട്ടക്കണ്ണിയുണ്ട് ജഹന്നമിന്.
ഓരോ വട്ടക്കട്ടികൾ 70,000 മലക്കുകൾ വീതം പിടിച്ചിട്ടുണ്ട്. ആ കോടതിയിലേക്ക് ആ ജഹന്നമിങ്ങളെ കൊണ്ടുവരുന്നു. ആ കോടതിയിലുള്ള നൃത്തമാണ് പറഞ്ഞത്. 50,000 കൊല്ലം വരെ നൃത്തമാണ്. 50,000 കൊല്ലം ആ കോടതിയിൽ നിൽക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ദോഷികളെ കാണുമ്പോ, തെമ്മാടികളെ കാണുമ്പോ, തോന്നിവാസികളെ കാണുമ്പോ, അവിശ്വാസികളെ കാണുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അത് വിശ്വസിക്കാത്തവരെ, കടുത്ത തെമ്മാടികളെ, കള്ളുകുടിയന്മാരെ, വ്യഭിചാരികളെ, നിസ്കരിക്കാത്തവരെ, ആലിമീകളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരെ, തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കി നിന്ദിക്കുന്നവരെ, പാപ്പവുമാനെ അനുസരിക്കാത്തവരെ, സ്വന്തം ഭാര്യമാരെ പീഡിപ്പിക്കുന്നവരെ, സ്വന്തം ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നവരെ, അയൽവാസികളെ ദ്രോഹിക്കുന്നവരെ, കുടുംബ ബന്ധം മുറിക്കുന്നവരെ, നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നവരെ, നല്ല കാര്യത്തിന് തടസ്സം ചെയ്യുന്നവരെ, ചീത്തയായ കാര്യത്തിന് പിന്തുണക്കുന്നവരെ, അങ്ങനെ അല്ല കൽപ്പിച്ചതെടുക്കാതെ, അല്ല വിരോധിച്ചതൊഴിക്കാതെ, പടച്ച റബ്ബന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്നതിലേക്കുള്ള ചിന്തയില്ലാതെ, റബ്ബിന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഓക്സിജൻ ശ്വസിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവൻ കൊടുത്ത ആരോഗ്യത്തോടെ, അവന്റെ സൂര്യന്റെ വെളിച്ചം ആസ്വദിച്ച്, അവന്റെ ഭൂമിയിൽ വിലസിയവനില്ലേ? അത്തരത്തിലുള്ള തെമ്മാടികളെയും തോന്നിവാസികളെയും അവിശ്വാസികളെയും കാണുമ്പോ അവർക്ക് കടക്കാനുള്ളതല്ലേ ജഹന്നം? ആ ജഹന്നം ധിക്കാരികളിലേക്ക് മലക്കുകളെ കയ്യിൽ നിന്ന് അതാ ഒന്ന് തെറിപ്പിച്ച് ഓടാനുള്ള ശ്രമം, തെമ്മാടികളെ പിടിച്ച് വിഴുങ്ങാനുള്ള ശ്രമം ജഹന്നം നടത്തുന്നു. അതാണ് വജീഅ യൗമൈദിൻ ബിജഹന്നമ യൗമൈദിൻ യതദക്കറുൽ ഇൻസാനു അന്നാ ലഹു ദിക്റാ. അവിടെ വെച്ചാണ് ഈമാൻ കളഞ്ഞു കുളിച്ചവൾ, ഈമാൻ നഷ്ടപ്പെടുത്തിയവൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറഞ്ഞവൻ, നബിതങ്ങൾ അതാ പിഴച്ചുപോയി എന്ന് പറഞ്ഞവൻ, നബിതങ്ങൾ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൻസൾട്ട് ആക്കിയവൻ, അമ്പിയാക്കൾ ഔലിയാക്കളെ കാഫിറാക്കിയവൻ, ഇമാമിങ്ങളൊക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്ന് പറഞ്ഞവൻ, അതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരെ തള്ളി പറഞ്ഞവൻ, നിസ്കരിക്കാത്തവൻ, നോമ്പെടുക്കാത്തവൻ, സക്കാത്ത് കൊടുക്കാത്തവൻ, കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവൻ, അങ്ങനെ അതാ അല്ല കൽപ്പിച്ചതൊഴിച്ചവൻ, അല്ല വിരോധിച്ചതെടുത്തവൻ അവിടുന്ന് ചിന്തിക്കുന്നു. കാലം കഴിഞ്ഞുപോയി. അന്നാലഹു ദിക്റാ. അവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. എന്റെ ശരിയായ ജീവിതം എന്ന് പറയുന്നത് അത് മരണശേഷമുള്ളതാണല്ലോ. അത് 100 കൊല്ലമല്ല, 1000മല്ല, 10,000മല്ല, ലക്ഷമല്ല, കോടിയല്ല, കോടി 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 കോടി. ഈ പാവപ്പെട്ട ഞാൻ മരിക്കുന്നത് വരെ കോടി എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിലെ ജീവിതം തീരൂല, നരകത്തിലെ അതാ ശിക്ഷ തീരൂല. ഈമാനില്ലാത്തവരെന്നും നരകത്തിൽ തന്നെ. ഈമാനും തഖ്വയുമുള്ളവൻ സന്തോഷത്തോടെ സ്വർഗത്തിൽ തന്നെ. എത്ര കാലം കഴിഞ്ഞാലും അത് തീരൂല. ആ കാലത്തിൽ വേണ്ടി അധ്വാനിക്കാൻ വരൂ ചെറുപ്പക്കാരെ.
ആ സ്വർഗത്തിന് വേണ്ടി സുബഹികളാക്കാതെ നിസ്കരിക്കൂ യുവാക്കളെ. ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കൂ കാരണവന്മാരെ. ആ സ്വർഗത്തിന് വേണ്ടി ഖുർആൻ ഓതൂ, സലാത്ത് ചൊല്ലൂ, ദിക്ർ ചൊല്ലൂ, ഇൽമു പറയൂ, ഇൽമു പഠിക്കൂ, ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ സ്ഥാപിക്കൂ. ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കൂ. അവിടെയാണ് വിജയം കേട്ടോ. ആ സ്വർഗത്തിൽ ചീത്ത പറയുന്നവനില്ല, തെറി പറയുന്നവനില്ല, അസൂയക്കാരനില്ല, അവിടെ എതിരാളിയില്ല, ശത്രുക്കളില്ല. അവിടുത്തെ ഭാര്യമാർ കവിളുത്തിപ്പോകലില്ല, അവിടുത്തെ ഭർത്താക്കന്മാരെ ഭംഗി തകർന്നു പോകലില്ല, അവിടെ തല നരച്ചു പോകലില്ല, അവിടെ ജലദോഷം പോലത്തെ ഒരു രോഗവുമില്ല, ക്യാൻസർ പോലത്തെ തൊട്ട് തീണ്ടുന്നില്ല, അവിടെ ഒരു പ്രശ്നവുമില്ല, ഒരു ഭക്ഷണവും കേടുവരുന്നില്ല. നിനക്കെന്താണോ വേണ്ടത് നിന്റെ മുന്നിലെത്തുകയാണ്. ഒരു ദിവസവും വിയർക്കേണ്ടതില്ല, തണുത്ത് വിറക്കേണ്ടതില്ല, ഒരു ഡോക്ടറെയും സമീപിക്കേണ്ടതില്ല, ഒരു മരുന്നും കുടിക്കേണ്ടതില്ല, ഒരു രോഗവും സംഭവിക്കുന്നില്ല, ഒരു കുത്തിവെപ്പും ആവശ്യമില്ല. സന്തോഷമേ ഉള്ളൂ അവിടെ. ആ സ്വർഗത്തിന് വേണ്ടി ജീവിക്കൂ മുസ്ലിമീങ്ങളെ. അതേ സമയത്ത് പടുകൂറ്റൻ പാമ്പുകളാണ്, തേളുകളാണ്, മുള്ളുകളാണ്, തിളതിളക്കുന്ന വെള്ളങ്ങളാണ്, വെറും സൈത്തണ്ണ പോലെ അതാ തിളക്കുന്ന വെള്ളമാണ്. സുബ്ഹാനല്ലാഹ്. നരകത്തിലെത്തിയാണ്, ചലമൊലിക്കുകയാണ്. കള്ളുകുടിയൻ അബൂജഹലിന്റെ ചലം കുടിപ്പിക്കുകയാണ്. മദ്യപാനി കുടിക്കേണ്ടത് അബൂജഹലിന്റെ ചലമാണ്, ഫിറഔനിന്റെ ചലമാണ്, നീരാണ്. സുബ്ഹാനല്ലാഹ്. വിചാരിയുടെ ലൈംഗിക അവയവങ്ങളിൽ വെച്ച് ചലം ഒലിക്കുകയാണ്. പലിശ വാങ്ങിയവന്റെ വയറ് തീർത്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കള്ളം പറഞ്ഞവന്റെ വായിൽ ഇരുമ്പിന്റെ കൊക്ക വെച്ച് പറിക്കുകയാണ്. ഖുർആനനുസരിച്ച് ജീവിക്കാത്തവന്റെ തലക്ക് വലിയ കല്ലെടുത്തിട്ടിട്ട് പൊട്ടിച്ച് തെറിപ്പിക്കുകയാണ്. വീണ്ടും തല റെഡിയായി വീണ്ടും പൊട്ടിക്കുകയാണ്. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ജീവിതമില്ല, മരണമില്ലാത്ത നിലക്ക് നരകത്തിൽ യാതനയാണ്. അതും തീരുന്നില്ല, ശിക്ഷ തീരുന്നില്ല, രക്ഷ തീരുന്നില്ല. രക്ഷ സ്വർഗത്തിലാണ്, ശിക്ഷ നരകത്തിലാണ്. എത്ര കോടി കൊല്ലം കഴിഞ്ഞാലും ഈമാനുള്ളവന്റെ സുഖം തീരുന്നില്ല, ഈമാൻ പോയവന്റെ ശിക്ഷ തീരുന്നില്ല. ഇത് ഗൗരവമുള്ളതല്ലയോ? ഇതല്ലേ ഗൗരവമുള്ളത്? അതിന്റെ വിഷയമല്ലേ പഠിക്കേണ്ടത്? അതല്ലേ അറിയേണ്ടത്? അതിനല്ലേ ജീവിക്കേണ്ടത്? അതിനല്ലേ ഭരിക്കേണ്ടത്? അതിനല്ലേ പ്രവർത്തിക്കേണ്ടത്? അതല്ലേ ചിന്തിക്കേണ്ടത്? ആ ചിന്തയുള്ളവരായാൽ വഅദ് ഫലം ചെയ്തു. അതിപാവപ്പെട്ട എനിക്ക് ആ ചിന്ത എന്റെ മനസ്സിൽ നിറയണം. എന്നിട്ട് ഞാൻ തഖ്വയോടെ ജീവിച്ച് മരിക്കണം. അതിനെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈ പാവപ്പെട്ട ഞാൻ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ നന്നാകാൻ ഞാനും പ്രാർത്ഥിക്കണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. സഹാബത്ത് ചോദിച്ചില്ലേ, തെറ്റ് ചെയ്യാത്ത നാവ് ഞങ്ങളെ പോലത്തവർക്ക് ഉണ്ടാവോ നബിയെ? അവിടുന്ന് പറഞ്ഞില്ലേ, ഒരാൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ നാവ് കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് എനിക്ക് പ്രാർത്ഥന കിട്ടി. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോ എന്റെ നാവ് കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ നിങ്ങൾക്കും തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് പ്രാർത്ഥന കിട്ടി. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹുവേ, അതാ കാലിന് സുഖമുള്ള ആൾ എഴുന്നേൽക്കണ്ട, പ്രായമുള്ളവർ എഴുന്നേൽക്കണ്ട, കഴിയുന്നവര് മാത്രം എഴുന്നേറ്റാൽ മതി. സുഹൃത്തുക്കളെ, നമുക്ക് മരിക്കണം കേട്ടോ. നമുക്ക് പലപ്പോഴും ജീവിക്കണം എന്ന ചിന്തയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇവിടെ ജീവിതം ഇല്ല, ഇവിടെ ജീവിതമില്ല.
ഇവിടെയുള്ളത് ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. ജീവിതമുള്ളത് മരണത്തിന് ശേഷമാണ്. അതേ ഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ, പാരത്രിക ലോകമാണ് ശരിയായ ജീവിതം. ആ ജീവിതത്തിലേക്കുള്ള യാത്രയാണ് ഈ ഭൂമിയിലെ ജീവിതം. മരിച്ചു പോയില്ലേ? ഞാനിപ്പോൾ വരുമ്പോൾ ഒരു മരിച്ച വീട്ടിൽ കയറി ദുആ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മാത്രമാണോ മരിച്ചത്? എത്ര ചെറുപ്പക്കാർ ആക്സിഡന്റിലും അല്ലാതെയും മരിച്ചുപോയി. അവരെയൊക്കെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഇപ്പോൾ വരുന്ന സമയത്ത് ആക്സിഡന്റിൽ ഒരു സ്ത്രീ മരിച്ച വിവരം എന്നോട് പറഞ്ഞു. അല്ലാഹു അവരെ ശുഹദാക്കളിൽ പെടുത്തട്ടെ. പറയാൻ പറ്റുമോ കാരണവന്മാരെ? പറയാൻ പറ്റുമോ ഉമ്മമാരെ? പറയാൻ പറ്റുമോ ചെറുപ്പക്കാരെ? എപ്പോഴാണ് മരണമെന്ന് പറയാൻ പറ്റുമോ? ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് വയത് പറയുന്നു. നാളെ എനിക്ക് വാഴക്കാട് വയത് പറയാനുണ്ട്. പക്ഷേ അതെന്റെ തീരുമാനം നടപ്പാക്കുമോ ഇല്ലേ അതെന്റെ റബ്ബിനെ അറിയൂ. പ്രസംഗിക്കുന്ന മൈക്ക് സെറ്റിന് ഗ്യാരണ്ടി ഉണ്ട്, പക്ഷേ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടി ഇല്ല. പ്രസംഗിക്കുന്ന മുസ്ലിയാർക്ക് ഗ്യാരണ്ടി ഇല്ല. വിളിക്കുമ്പോൾ പോകേണ്ടവനല്ലേ? അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ പോകുന്ന സ്ഥലത്തേക്ക് ചിന്തിക്കും, പോകുന്ന സ്ഥലത്തേക്ക് പ്രവർത്തിക്കും, പോകുന്ന സ്ഥലത്തിന് വേണ്ടി അധ്വാനിക്കും, അതിനു വേണ്ടി ചെലവഴിക്കും, അതിനു വേണ്ടി ജീവിച്ചു മരിക്കും. അവനാണ് ബുദ്ധിയുള്ളവൻ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു, കാലിന് സുഖമില്ലാത്തവര് നിൽക്കണ്ട. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ യുദ്ധത്തിന് പോകണം. പക്ഷെ കാലിന് രോഗമുള്ളവർ പോകണ്ട. അതുപോലെ വലാലൽ അഅമ ഹറജ്, കണ്ണിന് കാഴ്ചയില്ലാത്തവർ പോണ്ട, യുദ്ധത്തിന് പോണ്ട എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എപ്പം വരുമ്പോ എന്റെ കൈ പിടിക്കാൻ വേണ്ടി എങ്ങനെയല്ലോ വന്നൊരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ കാറിൽ കയറാൻ നോക്കുന്നു. ഞാൻ അദ്ദേഹം വരുന്നവരെ കാത്തുനിന്ന് കണ്ട കണ്ണിന് കാഴ്ചയില്ല, അയാളെ ബഹുമാനിക്കണം. അയാളെ കണ്ണിന് കാഴ്ചയില്ല, അയാളെ ബഹുമാനിക്കണം. രോഗികളെ ബഹുമാനിക്കണം. രോഗികളെ ദ്വാക്ക് വലിയ ജാപത്ത. രോഗികളുടെ ദ്വാരം അപ്പുത്തരം വലിയ ജാപത്ത. ആക്രമിക്കപ്പെട്ടവന്റെ ദ്വാക്കും വലിയ ഉത്തര. അതുപോലെ യാത്രക്കാരന്റെ ദ്വാക്ക് ഉത്തരമാണ്. അതുപോലെ നോമ്പുറക്കാൻ നേരത്തുള്ള ദ്വാക്ക് ഉത്തര. ഫർദുസ്കാരത്തിന് ശേഷം പ്രത്യേകം ദ്വാക്ക് ഉത്തര. അതുകൊണ്ട് അസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തൽ സുന്നത്താണെന്ന് സൈനുദ്ദീൻ മുഹമ്മദ് ഫതുൽ മേൽ പറഞ്ഞു. ഇമാമിന്റെ ദ്വാഅത്തിന്റെ മൗമൂമിങ്ങൾ ആമീൻ പറയുന്നത് സുന്നത്താണ് ഫതുൽ മേൽ പറഞ്ഞത്. അതുകൊണ്ടാണ് എന്ത് നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാക്ക് പ്രത്യേക ഇജാബത്ത. അതുപോലെ കൂട്ടായ പ്രാർത്ഥന, കൂട്ടുപ്രാർത്ഥനക്ക് പ്രത്യേക ഇജാബത്താന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രാത്രി പാതിരക്കുള്ള ദ്വാക്ക് ഇജാബത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം ചെയ്തിട്ടുള്ള ദ്വാക്ക് ഒക്കെ ഉത്തരാണ് അല്ലാഹു പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതാ ഫർഹത്ത് ഫൻസുബിലാർബിൽ ഫർഹത്ത്, നല്ല കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ ദ്വാരക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ വയലിന്റെ അവസാനം ദ്വാരക്കും. അങ്ങനെയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ദുആ അത് വലിയ സംഗതിയാണ്. ഇപ്പൊ പറയാൻ നേരല്ല. ദ്വാരക്കുമ്പോ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരം ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹ ഓതിയിട്ട് ദ്വാരം, അതുകൊണ്ടാണ് നമ്മളെ പണ്ഡിതന്മാർക്ക് ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കുന്ന പതിവുണ്ടാക്കി. ഫാത്തിഹ ഓതിയിട്ട് ദ്വാരം ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസ്. ഹദീസ് പഠിച്ചാൽ എല്ലാവരും സുന്നത്തി ജമാഅത്തിലുണ്ടാവും. ഇൽമില്ലാത്തതുകൊണ്ടാണ് പലരും തെറ്റിദ്ധരിച്ചു പോയത്. സുന്നത്തി ജമാഅത്തിന്റെ പുറത്തുള്ളവർക്ക് നരകത്ത് കടക്കണമെന്ന് വിചാരിച്ചിട്ട് സുന്നീന് പോയതൊന്നുമില്ല. അവർ സ്വർഗത്ത് കടക്കുമെന്ന് വിചാരിച്ചു പോയാൽ അറിവില്ലാത്തതുകൊണ്ടാണ്. അല്ലാഹു തആല അവർക്കൊക്കെ അറിവ് കൊടുക്കട്ടെ, അവർക്കൊക്കെ ചിന്തിക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ. ഞാൻ കുറ്റിയാടി ചെന്നപ്പോ 11 മൈലിൽ സുന്നിക്ക് ഒറ്റ പള്ളിയില്ല, ഒറ്റ മദ്രസയില്ല. ഇപ്പൊ 11 മൈലിൽ സുന്നിക്ക് പള്ളിയുണ്ട്, 11 മൈലിൽ സുന്നിക്ക് മദ്രസയുണ്ട്. അവിടെ ഒക്കെ മദ്രസയിലും പള്ളിയിലും നിറയെ കുട്ടികളുണ്ട്, വലിയോലുണ്ട്. അങ്ങനെ ഉണ്ടായത് വലിയോലുണ്ട് തന്നെ പള്ളിയില, കുട്ടികളുണ്ട് തന്നെ മദ്രസയില. അതിന്റെ ഞാനവിടെ പോയി ഒറ്റ ചീത്തയും പറഞ്ഞില്ല, ഒരു മുത്തനാശയക്കാരെയും ചീത്ത പറഞ്ഞില്ല. തെളിവ് ഇങ്ങനെ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, ഹദീസ് പറഞ്ഞു, ചരിത്രം പറഞ്ഞു, ഇമാമിങ്ങളെ കിതാബ് പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. നല്ല ബുദ്ധിപരമായിട്ട് പറഞ്ഞു, വേറെ ബുദ്ധിപരമല്ലാത്തൊന്നും പറഞ്ഞില്ല. മക്കയിലും മദീനയിലും ജുമ നടക്കുന്നുണ്ട്, അവിടെ 2 ബാങ്കാണ്. ഇവിടെ കുറ്റിയാടി എന്താ ഒറ്റ ബാങ്ക് എന്ന് ചോദിച്ചു ഞാൻ. മക്കയിലും മദീനയിലുള്ള പോലല്ലേ നമ്മൾ നിസ്കരിക്കണ്ടേ? അവിടെ ജുമയ്ക്ക് 2 ബാങ്കല്ലേ? അതുപോലെ തന്നെ മക്കയിലും മദീനയിലും സദസ്സിൽ ഏത് ഭാഷക്കാരുണ്ടായാലും പൊതുവെ അറബിയിലാണ്, മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ല. പല ഭാഷക്കാരുണ്ട് അവിടെ കേട്ടോ. എല്ലാവർക്കും ഒരു ഒറ്റ ഭാഷയിലാണ് കുത്തുബ. നമ്മളും അങ്ങനെ തന്നെയല്ലേ വേണ്ട, റസൂൽ അങ്ങനല്ലേ ചെയ്ത്, സഹാബത്ത് അങ്ങനല്ലേ ചെയ്തത്. മക്കയിലും മദീനയിലും തറാബി 20 റക്അത്താ. അതേപോലെ തന്നെ 20 റക്അത്ത് നമ്മൾ കയറിയും എന്തിനാ നമ്മളെ വെട്ടിച്ചുരുക്കുന്നത്? ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് ബുദ്ധിയുള്ള ഒരു മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമ്മളെ പള്ളി എല്ലാവർക്കും പറ്റുന്ന പള്ളിയാണ്. അങ്ങനെ നമ്മളെ പള്ളിയിൽ ആർക്കും വരാം. ഇനി അഥവാ വെച്ചിട്ട് ഭയങ്കര വാശിയാണ്, മക്കത്ത് മദീനത്തുള്ള പോലത്തെ ജുമയ്ക്ക് പറ്റൂല, എനിക്ക് ഒരു ജുമ ഒരു ബാങ്കേ പറ്റൂന്ന് വാശിയാ നോക്കുക.
എന്നാ ഒരിക്കൽ നമ്മളെ ജുമ പറ്റൂ. കാരണം ഒരു ബാങ്ക് കൊടുത്തിട്ട് വന്നാൽ മതി അയാൾ. ഞങ്ങൾക്ക് ഒന്നല്ലേ കേൾക്കുള്ളൂ. അപ്പൊ നമ്മളെ വലിയ എല്ലാവർക്കും പറ്റും. അത് ഒരാൾക്കെട്ടേ ഞാൻ നിൽക്കും നിർബന്ധ. അയാൾക്ക് നമ്മളെ പറ്റും. പെട്ടെന്ന് കെറ്റി പോകുമ്പോൾ നമ്മൾ പിടിച്ചോണ്ട് വെക്കൂലോ. അയാൾക്ക് അതും പറ്റും. അപ്പൊ നമ്മളെ പള്ളി തന്നെ എല്ലാവർക്കും പറ്റുന്ന പള്ളിയാണ്. അങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ അൽഹംദുലില്ലാ 11 മഹലിൽ ഇപ്പം സുന്നിയൊക്കെ പള്ളിയുണ്ട്, മദ്രസയുണ്ട്. ഒരു ചീത്തയും പറഞ്ഞില്ല. എവിടെ നിന്ന് ചീത്ത പറയണം? ചീത്തയൊന്നും പറയാൻ പാടില്ല. ആരെയും ചീത്ത പറയാൻ പാടില്ല. ആരെയും തെറി പറയാൻ പാടില്ല. ആരെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ല. അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കേണ്ട ചീത്ത പറഞ്ഞല്ല, ഇൻസൾട്ട് ആക്കിയിട്ടല്ല. അള്ളാന്റെ ദീൻ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രചരിപ്പിക്കണം. അറിവില്ലാത്ത ജനങ്ങളുണ്ടാവും, അവർക്ക് അറിവ് കൊടുക്കണം. അറിവ് കൊടുക്കുമ്പോൾ അവർക്ക് ആത്മാവിന് ആരോഗ്യം കിട്ടും. ആത്മാവിന് ആരോഗ്യം കിട്ടുമ്പോ ആത്മാവ് ശരിയായ റൂട്ടിന് ശരീരത്തെ നടത്തും. ആത്മാവിന്റെ ആരോഗ്യം ഇൽമിലാണ്, അറിവിലാണ്. ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന വിഷയത അറിവ്. ആ അറിവ് നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അറിവ് നേടുന്ന സ്ഥാപനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ശരിയായ അറിവ് നേടണം. അല്ലാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമിനെ എഴുതട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്താതെ, സുബ്ഹാനല്ലാഹ്, കാലിന് മുടന്നുള്ളൊരു സഹാബി, ഏതായാലും കാലിന് സുഖമില്ലാത്ത പറ്റിയില്ല, പറഞ്ഞോണ്ടായിക്കോട്ടെ ചരിത്രം. കാലിന് മുടന്നുള്ളൊരു സഹാബി, അവർക്ക് നടന്നൂടാ. മുടന്നു തന്നെ ജീവിതത്തിന്റെ തുടക്കത്തിലുള്ള ഇവിടെ ഉള്ള ആൾ കാലിന് സുഖമില്ലാത്ത ആളാണ്, അയാൾക്ക് മുടന്നൊന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ രോഗം മാറ്റിത്തട്ടെ. എന്റെ കൈക്കിപ്പോ ഒരു വേദന ഉണ്ട്, അല്ലാഹു അത് മാറ്റിത്തട്ടെ. അത് പിന്നെ വന്നതാ, നേരത്തെ ഉള്ളതല്ല. അല്ലാഹു തആല എല്ലാവരും രോഗവും അല്ലാഹു തആല മാറ്റിത്തട്ടെ. അല്ലാഹു ആരോഗ്യം തരട്ടെ. പടച്ചോനല്ലേ ആരോഗ്യം കൊടുക്കുന്നവൻ. രോഗം ഒരൊറ്റ മരുന്നും രോഗം മാറ്റൂല. ഒരു രോഗവും മരുന്ന് മാറ്റൂല. ഒരു രോഗവും മരുന്ന് രോഗം മാറ്റൂല. പിന്നെ സുബ്ഹാന, നിങ്ങൾ കേട്ടില്ലേ, ഞാൻ സൂറത്തുൽ ഫാത്തിഹ പറയുന്ന സമയത്താണ് എന്റെ ഓർമ്മ. ഞാൻ ചരിത്രം പറഞ്ഞിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന് സുഖമില്ലാണ്ടായി. അള്ളാഹിനോട് അതൊരു മരുന്ന് പറഞ്ഞു. മൂസാ നബി അത് ഉപയോഗിച്ച് രോഗം മാറിപ്പോയി. രോഗം മാറി കുറേ ദിവസം കഴിഞ്ഞാൽ പിന്നെയും വന്നു അതേ രോഗം. മൂസാ നബി ഇസ്ലാം പോയിട്ട് പിന്നെയും എന്ത് ചെയ്താൽ മരുന്ന് വാങ്ങി എടുത്ത് മരുന്ന് കുടിച്ച് രോഗം മാറിയില്ല. അള്ളാഹിനോട് എന്താ പഠിച്ചോനെ, അതേ മരുന്ന് എന്തിനാ കുടിച്ചത്? മരുന്നുണ്ടോ മൂസ രോഗം മാറ്റുന്നു? ആദ്യത്തെ ഞാൻ പറഞ്ഞിട്ടല്ലേ, രണ്ടാമത്തെ നിങ്ങളെ വകയിലല്ലേ. മരുന്നുണ്ടോ രോഗം മാറ്റുന്നു? അവർ രോഗം മാറ്റുന്ന അല്ലയാണ്. ഇതാ വരുന്നു രോഗം മാറ്റുന്നവർ അല്ലാഹുവാണ്. അല്ലല്ലാതെ രോഗം മാറ്റൂല. അപ്പൊ മരുന്നൊരു കാരണം, ഒരു നിമിത്തം. ഡോക്ടർ ഒരു നിമിത്തം. നിങ്ങളുടെ കാലത്ത് വിഷം തീട്ടിട്ട് ഫാത്തിഹ മന്ത്രിച്ച് വിഷം കറങ്ങിപ്പോയി. ഫാത്തിഹ ഒരു നിമിത്തം, മന്ത്രം ഒരു നിമിത്തം, ഒരു നിമിത്തം. അതുപോലെ മരുന്നൊരു നിമിത്തം, ബറക്കത്തൊരു നിമിത്തം, കറാമത്തൊരു നിമിത്തം. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ കാലത്ത് രണ്ട് കണ്ണിനും ചെങ്കണ്ണ് രോഗമായി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ഉമിനീര് പറ്റിക്കൊടുത്തു. രോഗം അങ്ങ് മാറിപ്പോയി. അപ്പൊ എന്താണ്? ബറക്കത്ത് ഒരു നിമിത്താണ്, രോഗം മാറാനുള്ള നിമിത്തമാണ്. അങ്ങനെ അല്ലാഹു തആല പല നിമിത്തങ്ങളും വെച്ചിട്ടുണ്ട്. അതിൽ ബറക്കത്തുണ്ട്, കറാമത്തുണ്ട്, വൈദ്യത്തുണ്ട്, പല നിമിത്തങ്ങളൊന്നും വെച്ച് എല്ലാം മാറ്റുന്നവൻ അല്ലാതെ രോഗം മാറ്റൂല. അല്ലാഹു അല്ലാതെ രോഗം മാറ്റൂല. തീ കരിക്കോ? അള്ളേ കരിക്കുള്ളൂ. തീ ഒരു നിമിത്താണ്. ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീർത്തിട്ട് കരിഞ്ഞോ? കരിഞ്ഞിട്ടില്ലല്ലോ. കാരണം ഇത് അള്ളാഹു ഉദ്ദേശിക്കാണ്ട് കരിയൂല. എല്ലാം അല്ലാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. തീക്ക് അധികാരമില്ല. ഇവിടെ ഒന്നിനും അധികാരമില്ല. അധികാരം മുഴുവൻ അല്ലാഹുവിന്. അതല്ലേ സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി മാത്രമാണോ? സുബ്ഹാനല്ലാഹ്, അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കാലത്ത് ജീവിച്ച ആളാണ്. സുബ്ഹാനല്ലാഹ്, അസ്വദുൽ അൻസി എന്ന് പറയുന്ന ഒരു കള്ള പ്രവാചകൻ, ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് വന്നവനാണ്. അവന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കിയിട്ട് ചോദിച്ചു, അബൂ മുസ്ലിം അൽ ഖൗലാനിയോട് ചോദിച്ചു, ഓ അബൂ മുസ്ലിം അൽ ഖൗലാനി, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ പറയോ? മൂപ്പര് ധൈര്യത്തോടെ പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എനിക്ക് ഇവന്റെ കൊട്ടാരത്തിൽ എന്റെ നേതാവിന്റെ പേരെന്ന് പറയാൻ അവസരം കിട്ടിയല്ലോ. ധൈര്യത്തോടെ പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പൊ ഈ കള്ളപ്രവാചകൻ ചോദിച്ചു, അശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാനും അല്ലാഹുവിന്റെ റസൂലാന്ന് നീ എന്ന് പറയോ? ഞാൻ കേൾക്കുന്നില്ല പറയല് പിന്നല്ലേ, കേൾക്കാതെ പറ്റൂല. നീ നബിയാന്ന് പറയാനോ? അത് കേൾക്കാതെ തന്നെ പറ്റൂല. അപ്പൊ അബൂ മുസ്ലിം ഖൗലാനിയെ തീയിലിടാൻ വേണ്ടി ഓർഡറാക്കി. തീയിലിടാൻ വേണ്ടി ഭാര്യ തീക്കുണ്ടാരുണ്ടാക്കി. അബൂ മുസ്ലിം ഖൗലാനി ചിരിക്കുകയാണ്. തീയിലിടുമ്പോ ചിരിക്കുകയാണ്. കാരണം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ തീയിലിടുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി തീയിൽ പോയി വീണാല് ആഖിറത്തിലെ തീയിൽ രക്ഷപ്പെട്ടൂടെ? നല്ല സന്തോഷത്തോടെ ചിരിക്കുകയാണ് അബൂ മുസ്ലിം ഖൗലാനി. സുബ്ഹാനല്ലാഹ്, അബൂ മുസ്ലിം ഖൗലാനി തങ്ങളെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. എറിഞ്ഞപ്പോൾ അബൂ മുസ്ലിം ഖൗലാനി തങ്ങള് അവിടുന്ന് ഖിബല എങ്ങോട്ടാന്നാ നോക്കുന്നത്. കാരണം മൂപ്പർക്ക് തീന്റെ ഉള്ളിൽ 2 റക്അത്ത് നിസ്കരിക്കണം. ഇങ്ങനെ ഒരു ചാൻസ് പിന്നെ കിട്ടൂല. ഖിബല നോക്കുകയാണ്.
തിരിഞ്ഞു നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മുന്നിലെത്തിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വീകരണം കൊടുക്കുകയാണ്. സ്വീകരണത്തിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധ്യക്ഷനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വാഗതം പറയാണ്. സ്വാഗതത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലം യുമിത്നി ഹത്താ അൻദുറ ഇലാ മൻ ഫുഇല ബിഹി കമാ ഫുഇല ബിൽ ഖലീൽ ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ ചെയ്തതുപോലെ ചെയ്തിട്ട് ഇബ്രാഹിം നബിക്ക് സംഭവിക്കാത്തതുപോലെ ഒന്നും സംഭവിക്കാതെ ഇറങ്ങി വന്ന ഈ മഹാന് കാണാൻ ആയുസ് തന്ന പടച്ചവന് ഞാൻ അൽഹംദുലില്ലാ പറയുന്നു. ഈ ചരിത്രം എഴുതിയത് ആരാന്നറിയോ? ശൈഖുനാ കാന്തപുര ഉസ്താദല്ല, മർഹൂം ഇ കെ ഉസ്താദല്ല, പിന്നെയോ SYSന്റെ പ്രസിഡന്റ് ആയിരുന്ന ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാരല്ല, SYSന്റെ പ്രസിഡന്റ് ആയിരുന്ന പാണക്കാട് പൂക്കോയത്തങ്ങളല്ല, SYSന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇ കെ അസം മുസ്ലിയാരല്ല, ഈ ചരിത്രം എഴുതിയ പാവപ്പെട്ട പേരോടല്ല. ഈ ചരിത്രം എഴുതി വെച്ചത് എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ അപ്പുറത്തുള്ള സംഘടനക്കാരും എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇ ശൈത്താൻ എന്ന കിതാബിലാണ് ഈ ചരിത്രം എഴുതി വെച്ചത് കേട്ടോ. ഒരാളും സുന്നിയും സുന്നിയല്ലാത്തവരും സംശയിക്കേണ്ടതില്ല. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു തീയും കരിക്കൂല. എല്ലാ അധികാരവും അല്ലാഹുവിന് മാത്രമാണ്. പക്ഷേ അല്ലാഹ് കാരണങ്ങൾ ഈ പലതും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കരിക്കാൻ നമ്മൾ തീയിന്റെ സഹായം തേടും, അതുപോലെ തന്നെ മുറിക്കാൻ നമ്മൾ കത്തിന്റെ സഹായം തേടും, ചിലപ്പോ നമ്മൾ രോഗം മാറാൻ ഡോക്ടറെ സഹായം തേടും, ബറക്കത്ത് കിട്ടാനും കറാമത്ത് കിട്ടാനും ഔലിയാക്കളെ സഹായം തേടും, മുഅ്ജിസത്ത് കിട്ടാൻ അമ്പിയാക്കളെ സഹായം തേടും. അതെല്ലാം നിമിത്തങ്ങളാണെന്ന നിലക്കാണ്. കൊടുക്കുന്നവരും തടയുന്നവരും അല്ലാഹയല്ലാതെ ഇല്ല. ഇത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങള്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അതാ ബഹുമാനപ്പെട്ട സയ്യിദുനാ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് മുടന്താണ്. ഉഹദ് യുദ്ധത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. കുട്ടികളൊക്കെ അതാ ഖാലിദും ഖല്ലാദും മുആദും 3 ചെറുപ്പക്കാര് മക്കളുണ്ട്. അവരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങാണ്, യുദ്ധത്തിന് പോവാണ്. അപ്പൊ വയസ്സായ അംർ ഇബ്നുൽ ജമൂഹ് തങ്ങളും യുദ്ധത്തിന് ഒരുങ്ങാണ്. സുബ്ഹാനല്ലാഹ്, ഈ മക്കളാണ് ബാപ്പാനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. ബാപ്പ ഇസ്ലാമിന്റെ കഠിന വിരോധിയായിരുന്നു ആദ്യകാലത്ത്. മക്കളാണ് ആദ്യം റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചത്. മക്കളാണ് ഈ പ്രായമുള്ള ബാപ്പാനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. ആ ബാപ്പ യുദ്ധത്തിനൊരുങ്ങുമ്പോ മക്കൾ പോയി പറയുന്ന, ബാപ്പ നിങ്ങൾ യുദ്ധത്തിനൊരുങ്ങണ്ട, നിങ്ങൾക്ക് വലിയ പ്രായമുണ്ട്, അതിന്റെ പുറമെ കാലിന് മുടന്തുണ്ട്, നിങ്ങൾ ഈ പ്രവർത്തനത്തിനിറങ്ങണ്ട, നിങ്ങൾ ഇവിടെ വീട്ടിലിരുന്നാൽ മതി. അപ്പൊ അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ എന്താ ചെയ്തെന്നറിയോ? എനിക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് എടുത്ത കൂലി കിട്ടണ്ടേ, സ്വർഗം കിട്ടണ്ടേ. അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ അതാ ഞൊണ്ടി നടന്നു. ഒരു കാലിന്റെ മേലെ ഞൊണ്ടി നടന്ന് ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിൽ ചെന്നിട്ട് തങ്ങളോട് പറയുന്നു, ഇന്ന അബ്നാഇ ഹൗലായി യുരീദൂന അൻ യഹ്ബിസൂനി അൻ ഹാദൽ ഖൈർ. നബിയേ, എന്റെ മക്കള്, ആ മക്കള് നല്ല മക്കള് തന്നെ, പക്ഷേ ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ എന്റെ മക്കൾ എന്നെ തടയുന്നു നബിയേ. അവര് പറയുന്ന എന്റെ കാലിന് മുടന്നുള്ളത് കൊണ്ട് ഇസ്ലാമിന്റെ ദീനീ പ്രവർത്തനത്തിന് യുദ്ധത്തിന് പോണ്ടാന്നാണ് അവര് പറയുന്നത്. നബിയേ, ഞാൻ എന്റെ ഒരു സങ്കടം പറയട്ടെ, എന്റെ കാലിന്റെ മുടന്ത് ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ റബ്ബെനിക്ക് തന്നൊരു മുടന്താണത്, അത് ഞാൻ ഉണ്ടാക്കിയതല്ല. സ്വർഗത്തിലൊന്ന് കാലെടുത്ത് വെക്കണ്ടേ, എനിക്ക് മുടന്തുള്ള കാലാണ് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സ്വർഗത്തിൽ കാലെടുത്ത് വെക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ മുടന്തുള്ള കാലോടുകൂടി എനിക്ക് വന്ന് സ്വർഗത്തിൽ കാലെടുത്ത് വെക്കണം.
എന്റെ കാലിന് മുടന്നുണ്ടായിക്കൊള്ളട്ടെ. പക്ഷെ ആ മുടന്നുള്ള കാലോടെ എനിക്കും ഒന്ന് സ്വർഗത്തിൽ കാലെടുത്ത് വെക്കണം. അതുകൊണ്ട് നബിയേ, എന്റെ മക്കള് ദീനീ പ്രവർത്തനത്തിന് ഇറങ്ങാൻ വിടുന്നില്ല, യുദ്ധത്തിന് പോകാൻ വിടുന്നില്ല. അവര് പറയുന്നത് മുടന്നിട്ട് വയസ്സുണ്ട് എന്ന്. അതുകൊണ്ട് എനിക്ക് തങ്ങളോട് പറയാനുള്ളത്, എനിക്ക് സ്പെഷ്യൽ പെർമിഷൻ തരണം നബിയേ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഓ മുആദേ, മുഹബ്ബിനേ, ഖല്ലാദേ, ലാ തഹ്ബിസൂഹു, ബാപ്പാനെ നിങ്ങൾ തടയണ്ട, ബാപ്പ പോയിക്കൊള്ളട്ടെ. അതേ, അല്ലാഹു സുബ്ഹാനഹു യർസുഖുഹു ശഹാദ, അല്ലാഹു തആല അദ്ദേഹത്തിന് ശഹീദായി മരിക്കാനുള്ള ഭാഗ്യം കൊടുത്തേക്കും മക്കളെ. മക്കള് പിന്നെ തടഞ്ഞിട്ടില്ല. യുദ്ധം വന്നപ്പോ ഉള്ള ആരോഗ്യത്തോടുകൂടി ആ ഒറ്റക്കാലിന്റെ മേലെ ഞൊണ്ടി നടന്ന യുദ്ധത്തിൽ പോയി. സുബ്ഹാനല്ലാഹ്, ബദർ യുദ്ധമാണ്, ഉഹദ് യുദ്ധമാണ്. ആ ഉഹദ് യുദ്ധത്തിൽ വളരെ സങ്കീർണമായ രംഗങ്ങൾ ഉണ്ടായി. ഒന്നും പറയാൻ ഇവിടെ സമയമില്ല. ആ രംഗമങ്ങ് മൂർച്ഛിച്ചപ്പോ ഒരാൾ ഉറക്കേക്ക് വിളിച്ചു പറഞ്ഞു, ഇന്നീ ഖതൽതു മുഹമ്മദാ, ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ഒരു എതിരാളി വിളിച്ചു പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ശത്രുക്കളെ കുതന്ത്രങ്ങളല്ലേ നേതൃത്വം നഷ്ടപ്പെട്ടു എന്ന് പറയുക. സുബ്ഹാനല്ലാഹ്, പലരും പതറിപ്പോയി, ചിലര് ചിതറിപ്പോയി, ചിലര് ഓടിപ്പോയി. ഹബീബായ നബി തങ്ങളാണ് ശരിയായ നേതാവ്. മനക്കരുത്തോടെ നിന്ന് യുദ്ധം ചെയ്യുകയാണ്. പലരും അതാ ചെതറിപ്പോയി. ആ സമയത്ത് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് തങ്ങള് ഒരു കാലിന്റെ മേലെ ഞൊണ്ടി അതാ കൂന്ന് നിന്നുകൊണ്ട് അവിടുന്നും പോരാട്ടത്തിലാണ്. അങ്ങനെ ശത്രുക്കൾ വരുമ്പോ മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് തങ്ങള് ഉറക്കെ വിളിച്ചു പറയുന്നു, ഇന്നീല മുസ്താഖുന്നിലൽ ജന്ന, ഇന്നീല മുസ്താഖുന്നിലൽ ജന്ന, ഇന്നീല മുസ്താഖുന്നിലൽ ജന്ന. എന്റെ കാലിന് പടുന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, എന്റെ വയസ്സ് നിങ്ങൾ നോക്കണ്ട, എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. ഞാൻ സ്വർഗത്തിലേക്ക് ആശ വെച്ചവനാണ്, ഞാൻ സ്വർഗത്തിലേക്ക് ആശ വെച്ചവനാണ്, ഞാൻ സ്വർഗത്തിലേക്ക് ആശ വെച്ചവനാണ്. എന്നെ പിന്തിരിക്കാൻ നോക്കണ്ട ശത്രുക്കളെ. ചാടി ഒരു വെട്ടുന്നതിനിടയിൽ സുബ്ഹാനല്ലാഹ്, ശരീരത്തിന് വെട്ടുകൊണ്ട് രണ്ട് കഷ്ണമായി വീണുപോയി. മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, സ്വർഗം ആശിച്ചാൽ അങ്ങനെയാണ്. നമ്മളെ സ്വർഗം ആശിക്കുന്നു അതുകൊണ്ട് പറയാണ്. ഇന്ന് സുബഹിക്ക് കിടന്നുറങ്ങുകയാണ്, സുബഹി കളാക്കുകയാണ്. ചിലര് സുബ്ഹാനല്ലാഹ് കള്ളുടിക്കാൻ പോവാണ്. അല്ലാഹ് തന്ന ആയിരക്കണക്കിന് വെള്ളമില്ലേ, പിന്നെ എന്തിന് നജസ് കുടിക്കാൻ പോകണം? അബൂജഹലിന്റെ ചല കുടിപ്പിക്കൂലേ അല്ലാഹു തആല? എന്തിന് കള്ളുടിക്കാൻ പോകണം? എന്തിന് വ്യഭിചരിക്കാൻ പോകണം? ഹലാലായ ഭാര്യനെ റബ്ബ് തരൂലേ? ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കും, അള്ളാഹ് തരുന്ന സ്വർഗത്തിലേക്ക് കൽബ് തിരിക്കും, നരകം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കും. അങ്ങനെ തഖ്വയോടെ ജീവിച്ച് തഖ്വയോടെ മരിക്കാൻ ഏത് ബഅലാണോ ഫലപ്രദമാകുന്നത്, ഏത് സദസ്സാണോ ഫലപ്രദമാകുന്നത്, ഏത് വാക്കാണോ ഫലപ്രദമാകുന്നത്, ഏത് മദ്രസയാണോ ഫലപ്രദമാകുന്നത്, അതല്ലേ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട അമല്. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്‌ലിസും ഞങ്ങളെ മദ്രസയും ഞങ്ങളെ സംഘടനയും ഞങ്ങളെ പ്രവർത്തനങ്ങളും എല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. ഇവിടെ 10 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കണം. തങ്ങൾ ദ്വാരന്നിട്ടുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് ദ്വാര ചെയ്ത് നിർത്തും. മദ്രസക്ക് ആരെല്ലാം എന്തെല്ലാം തന്ന് എത്ര പില്ലറായിട്ട് 4 പില്ലർ. എത്ര പില്ലറാ വേണ്ടത്? 18 പില്ലർ. ഒരു പില്ലറിന് എത്ര റുപ്യ? 25,000 റുപ്യ. 25,000 റുപ്യ ഒരു പില്ലറിന്. സുബ്ഹാനല്ലാഹ്, ജാരിയായ സദഖ, എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന സദഖ. പില്ലർ അതിന്റെ മുകളിൽ എല്ലാം ഉണ്ടാകുക. അപ്പൊ അത് കൊടുത്ത 4 ആളുകൾ, അല്ലാഹുവേ, അവര് 4 ആളുകളെയും ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവര് ഇനി മദ്രസക്ക് സഹായിക്കുന്നവര് എല്ലാവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഞങ്ങൾക്ക് പകരം സ്വർഗത്തിൽ വീട് തരണം റഹ്മാനേ, സ്വർഗത്തിൽ ഭൂമി തരണം റഹ്മാനേ,
സ്വർഗത്തിൽ ഇടം തരണം റഹ്മാനെ. ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ കഴുകി വൃത്തിയാക്കണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണം റഹ്മാനെ. സർവ്വ ശർറുകളും തടുക്കണം റഹ്മാനെ. ഖൈറിന്റെ വാതിലുകൾ തുറക്കണം റഹ്മാനെ. ബിസിനസ് നടത്തുന്നവര്, കൃഷി നടത്തുന്നവര്, പഠിക്കുന്നവര്, പഠിപ്പിക്കുന്നവര് എല്ലാവർക്കും ഖൈറിന്റെ വാതിൽ തുറക്കണം റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടോ നല്ല നിയ്യത്തോടെ ഒരു പില്ലർ ഇല്ലെങ്കിൽ കഴിയുന്നത് ഒരു 10,000 രൂപ, ഒരു 5,000 രൂപ അങ്ങനെ കൊടുക്കാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ നല്ല നിയ്യത്തോടെ? അല്ലാഹു തആല മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഒരു നല്ല കാര്യം ചെയ്താൽ 10 ഇരട്ടി അല്ലാഹു കൊടുക്കും. പ്രതിഫലവും 10 ഇരട്ടി കൊടുക്കും, എന്തും 10 ഇരട്ടി. അത് അല്ലാഹു പറഞ്ഞ നല്ല നിയ്യത്തോടെ ആരെങ്കിലും ഉണ്ടോ പറയാൻ? ഇല്ലേ? വേഗം പറയും. ആരെങ്കിലും ഉണ്ടേ വേഗം പറയും. ഒരു പില്ലർ കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ പറയട്ടെ. അല്ലാതെ ഒരു 10 രൂപ 10,000 രൂപ കൊടുക്കാൻ കഴിയുന്നവരുടെ പറയട്ടെ. 10,000 ആരെങ്കിലും ഉണ്ടോ? ഞാൻ അതിനുവേണ്ടി സമയം പോലെ നല്ല നിയത്തോട് വേഗം പറഞ്ഞോളി. ആരെങ്കിലും ഉണ്ടേ പറയും. ഇല്ലെങ്കിൽ ഒരു 5,000 അള്ളാഹു തരുന്നതിൽ നിന്ന്. അള്ളാഹുവേ, ഇതിൽ പങ്കെടുക്കുന്നവർ സർവ്വ രോഗത്തിൽ നിന്ന് ഈ ശമനം നൽകണം റഹ്മാൻ. മോക്ഷം നൽകണം റഹ്മാനെ. ഒരു ക്യാൻസറും ഒരു ട്യൂമറും ഒരു അൾസറും ഒരു പ്രഷറും ഒരു ഷുഗറും ഒന്നും ശല്യമില്ലാത്ത നിലക്ക് ആരോഗ്യം നൽകണം റഹ്മാനെ. അവസാനം ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സ്വർഗം നൽകണം റഹ്മാനെ. എത്ര? 5,000 രൂപ. അബ്ദുൽ മജീദ്. അല്ലാഹുവേ, യാ മജീദ് യാ അല്ലാഹ്, അബ്ദുൽ മജീദിന് നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ അമല് നീ സ്വീകരിക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുക്ക നീ ബർക്കത്തിന് ഏറ്റി കൊടുക്കണം റഹ്മാനെ. പിന്നെ ആരെങ്കിലും ഉണ്ടോ? വേം പറയും. എന്തെങ്കിലും വേം പറയും. സലീം ഗൾഫിൽ എന്താ പറഞ്ഞു? 5,000 രൂപ. അല്ലാഹുവേ, സലീമിന്റെ യാത്രയിൽ അദ്ദേഹത്തിന്റെ ഗൾഫിലും നാട്ടിലും കുടുംബത്തിലും അവർക്കും ഞങ്ങൾക്കും ഇതിൽ സഹായിക്കുന്ന മുഴുവൻ ആളുകൾ നീ ബർക്കത്തിനെ ഏറ്റിത്തരണം റഹ്മാനെ. സർവ്വശറുകളും നീ തടുക്കണം റഹ്മാനെ. പിന്നെ ആരാ? നല്ല നിയ്യത്തോടെ പറഞ്ഞോളി. അള്ളയല്ലേ തരുന്നത് സ്വർണ്ണാഭരണ ഒരു സ്ത്രീ. അല്ലാഹുവേ, ഈ സ്ത്രീക്ക് നീ ദുനിയാവിൽ സ്വർണം കൂടുതൽ കൊടുക്കണം, ആഖിറത്തിൽ എന്തായാലും കൊടുക്കണം റഹ്മാനെ. പിന്നെ ആരാ? കള്ളത്തരം. ഞാൻ കഴിഞ്ഞ പോലെ കുറ്റിയാടി വയലു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിരിവെടുക്കാൻ അപ്പോഴിട്ട് വിളിക്കുന്നു. എവിടുന്ന്? ആഫ്രിക്ക തീവ്രവാദികൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ ഇപ്പൊ കൊല്ലൂന്ന് പറയുന്നത് ഭീഷണി. സിറാജുലേക്ക് നേർച്ചെയ്തു സാധുന്ന് നേരത്തെ കുറഞ്ഞ സമയം കൊണ്ടല്ല വിട്ടുകൊടുത്തു. ആഫ്രിക്കയെ ചെല്ലാൻ വേണ്ടി അവർ വിളിച്ച് ഇപ്പോഴുണ്ട് നമ്പർ എന്റെ ഫോണിൽ. എനിക്ക് പിന്നെ ഇതുവരെ പോകാൻ നൽകിയില്ല. അല്ലാഹു തആല അവർക്കും ഖൈർ ചെയ്യട്ടെ. അല്ലല്ലേ തരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പോയ സ്ഥലത്തൊക്കെ എത്ര ആള് സിറാജുലേക്ക് നേർച്ചയാക്കി മക്കളിലേക്കും ഗർഭിണിയാണ് 8-ാം മാസം ഒരാൾ പറഞ്ഞു, വേറെ ആള് വേറെ പറഞ്ഞു. അല്ല എല്ലാവർക്കും സലാമത്ത് കൊടുക്കട്ടെ. അല്ലല്ലേ തരുന്നത്. സദക്ക കൊണ്ട് കിട്ടാൻ തോന്നൂല. സദക്ക കൊണ്ട് കിട്ടാൻ തോന്നൂല. അല്ല പറഞ്ഞ ചെലവാക്കുന്നു അള്ളാഹ്ക്കിനെ, നേർച്ചയാക്കുന്നു അള്ളാഹ്ക്കറിയാം. അപ്പൊ അള്ളാഹ് പകരം തരൂന്നേ അർത്ഥം. അള്ളാഹറിയും അള്ളാഹറിയാത്തൊരു സംബന്ധില്ല. അതുകൊണ്ട് 3 സ്വലാത്ത് എല്ലാവരും നമുക്ക് വേർക്കണം. അതിനിടയ്ക്ക് പറയുന്നതൊക്കെ പറയട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.